അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നമ്മുടെ മടവൂർ കാഫിലക്കാരനായ ലത്തീഫി ഉസ്താദ് അദ്ദേഹത്തോട് ഒരു പ്രവാസിയായ ഒരു യുവാവ് കുട്ടികളില്ലാത്ത പ്രശ്നം പറഞ്ഞ് കോൾ ചെയ്യുന്നു. ഈ കോൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം കാഫിലക്കാരനായ ഇദ്ദേഹം ആ യുവാവിനോട് പേരെന്താണ്, എന്താണ് കാര്യം മാത്രം പറഞ്ഞിട്ടുള്ളൂ. കുട്ടികളില്ലാത്തത്, പേരെന്താണ്, എവിടെയാണ്, എന്താണ് ജോലി ഒന്നും ചോദിക്കാതെ ഇദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞതും പരിഹാരത്തോടു കൂടി ചൂഷണമെന്നുള്ള ഒരു ആയുധം എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് നല്ല വില കൂടിയ ലൈറ്റാണ് ആവശ്യമുള്ളത്. വീഡിയോ എടുക്കാൻ പോകുന്നിടത്തെല്ലാം ഈ ലൈറ്റ് കൊണ്ടുപോയി വീഡിയോ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. അതിൻ്റെ ആ കാര്യത്തിൽ ഇവർ പരസ്പരം സംസാരിക്കുന്ന, ചാറ്റ് ചെയ്യുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാം. അതിൽ ഇദ്ദേഹം ഈ ലത്തീഫി ഉസ്താദ് ചെയ്ത കാര്യവും വീട് കെട്ടിയതും എല്ലാം പറയുന്നു. അവസാനം ലൈറ്റ് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ ശപിക്കാൻ പോലും തുടങ്ങുന്നു. അവസാനമാണ് ശപിക്കുന്നത്. ശപിച്ച് ശാപം വെച്ച് അദ്ദേഹത്തെ എന്ത് ചെയ്യാൻ കഴിയുന്നോ അതെല്ലാം ഈ വോയിസിൽ കൂടെ ഇദ്ദേഹം ആ യുവാവിനെ ചെയ്തു. ഇതുപോലെ ചെയ്തിട്ടാണ്, ജനങ്ങളെ ചൂഷണം ചെയ്തിട്ടാണ് വീട് കെട്ടിയതും നല്ല വില കൂടിയ കാറിൽ ഓടുന്നതും അതുപോലെ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും എല്ലാം ഓരോരുത്തരോട് വാങ്ങി ചെയ്തതാണ്. അത് നേർവഴിയിൽ വാങ്ങിയാൽ സാരമില്ല. ഇവിടെ ഇവർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടാൽ വളരെ വലിയ ചൂഷകനാണ് ഇദ്ദേഹം എന്ന് മനസ്സിലാകുന്നു. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ജനങ്ങൾക്ക് സന്ദേശം എന്താണ് കിട്ടുന്നത്? കറാമത്ത് പറയുന്നു എന്നല്ലാതെ ഇദ്ദേഹത്തെ കൊണ്ട് എന്താണ് സമുദായത്തിന് ലാഭം, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എന്താണ് ലാഭം? ഇദ്ദേഹം ചെയ്തതുപോലെ ഇദ്ദേഹത്തെ അനുസരിക്കുന്നവർ, ഇദ്ദേഹത്തിൻ്റെ മക്കളോ കുടുംബക്കാരോ ചെയ്താൽ ഇവിടെ ജോലി ചെയ്യാൻ ആളുണ്ടാവുകയില്ല. ഇതുപോലത്തെ കറാമത്തുകൾ കണ്ടവരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ് ഇദ്ദേഹം. അതുകൊണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നത്, അതാണ് ഇവിടെ മെയിനായിട്ട് കാണേണ്ടത്, കേൾക്കേണ്ടത്. അവസാനം വരെ കേൾക്കണം. അവസാനമാണ് ഇദ്ദേഹം ശപിക്കുന്നത്, അതും കേൾക്കണം. കേട്ട് നമ്മൾ ഇദ്ദേഹത്തെ നല്ല പോലെ മനസ്സിലാക്കണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വോയിസിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഡീറ്റെയിൽ ആയൊരു കാര്യം പറഞ്ഞുതരാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഭാര്യയുടെ പീരീഡ് ടൈം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നാളെ ആവട്ടെ കേട്ടോ. നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓരോ പീരീഡ് ടൈം കഴിഞ്ഞാൽ ഇത്ര ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൻ്റെ അറിയാമല്ലോ, അന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിൽ അസ്സലാമു അലൈക്കും, മൻസൂർ മണ്ണാർക്കാടാണ്. ഇന്നിവിടെ ഒരു നീണ്ട വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഒരു പ്രവാസി യുവാവ് അദ്ദേഹത്തിൻ്റെ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മടവൂർ കാഫിലക്കാരനായ സിറാജുദ്ദീൻ ലത്തീഫിക്ക് മെസ്സേജ് ചെയ്യുകയും അദ്ദേഹം ഈ വിളിച്ചിട്ടുള്ള അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള ആളുടെ പേരെന്താണ്, നാട് എവിടെയാണ്, എന്താണ് മറ്റുള്ള കാര്യങ്ങൾ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് കുട്ടിയില്ലാത്ത കേട് പറഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരക്രിയകൾ പറഞ്ഞു കൊടുക്കുകയും, എന്നാൽ ഈ പരിഹാരക്രിയകൾ പറഞ്ഞു കൊടുത്തതിൻ്റെ ഭാഗമായിക്കൊണ്ട് 10,000 രൂപയുടെ ഒരു ലൈറ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചാറ്റാണ് കാണുവാനുള്ളത്.
അതിനെക്കുറിച്ച് ആ പ്രവാസി യുവാവ് സംസാരിക്കുന്ന ഒരു ഭാഗവുമുണ്ട്. വീഡിയോ അല്പം നീണ്ടതാണ്, അവസാനം വരെ കാണുക. ക്ലൈമാക്സ് പൊള്ളിയാണ്. ഹലോ, അസ്സാം വലൈക്കും സുഹൃത്തുക്കളെ. നമുക്കിന്നൊരു ആത്മീയ ചൂഷകനെ പരിചയപ്പെടാം. ഞാനും അയാളും തമ്മിലുള്ള ഒരു ചാറ്റ് ലിസ്റ്റ്. വർഷങ്ങളായിട്ട് അയാൾ ഈ പണി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വർഷങ്ങളായിട്ട് അയാൾ സ്വന്തമായിട്ട് ഈ പണിയിൽ ഇറങ്ങിയതിന് ശേഷം വീടൊക്കെ വെച്ചിട്ടുണ്ട്. 40-50 ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്ക് മടവൂര് കൊടുത്താണ് അത്ര ആ വീടൊക്കെ. എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം പറഞ്ഞ് ഞാൻ നിർത്തുകയാ. ഏകദേശം ഒരു കൊല്ലത്തിന് മുമ്പ് ഞാനൊരു ചെറിയൊരു വീടുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിച്ചു. എന്റെ അനുഭവം പറയുന്നത്, ആ സമയത്ത് എന്റെ 2 കൂട്ടുകാർ എന്റെ അടുത്ത് മടവൂര് ശൈഖുനായുടെ ഒരുപാട് ആശാനുകളുണ്ട്. അപ്പൊ എന്റെ കൂട്ടുകാരനായ ഒരു സഖാഫിയും ഒരു തങ്ങളും പറഞ്ഞ്, ഹബീബെ നിങ്ങൾ ഈ വീടൊന്ന് വലുതാക്കി പറ്റേ പോയല്ലോ എന്ന നിലക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായം ചെയ്തു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആ വീടൊന്ന് പൊളിച്ചു. സിഎം വലിയുള്ളാന്റെ ആണ്ടിന് ആ വീടിന് കല്ലിട്ട്. പഠിച്ചവനെ, അവർ കുറെ നോക്കിയിട്ട് നടന്നില്ല. വീട് ഏതായാലും 1 മാസം അവർ കുറെ ആൾക്കാർക്ക് പോയി നോക്കി, പക്ഷെ നടന്നില്ല. അവർ പിന്നെ അവിടെ നടന്നില്ല. ഞാനാണെങ്കിൽ വാടക വീട്ടിലേക്ക് മാറുകയും ചെയ്തു. വാടക വീട്ടിലേക്ക് മാറും. എനിക്കാണെങ്കിലോ ജ്യേഷ്ഠന്മാരോ അനിയന്മാരോ ഒരു ഇല്ല. ബാപ്പക്കാണെങ്കിലോ സുഖമില്ലാത്ത ജോലിക്കൊന്നും പോകാത്തൊരു ഉപ്പയാണ്, പ്രായമുണ്ട്. ഇപ്പൊ വീട്ടിൽ തന്നെയാണ്. ഞാൻ പറയുന്നത് എന്റെ അനുഭവം പറയാ. കല്ലിട്ടു. ഏകദേശം 1 മാസമൊക്കെ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് കല്ലിട്ടതിന് ശേഷം പണി തുടങ്ങി. അപ്പൊ ആ പഴയ വീട് പൊളിച്ചു കളഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ 40,000 റുപ്യ, ആ പഴയ വീടിന്റെ ജനലും കട്ടള ഇഷ്ടികൊക്കെ കൊടുത്തപ്പോൾ 40,000 റുപ്യ കിട്ടി. അതിലൊരു 20,000 റുപ്യ കൊണ്ട് ഞാൻ ഒരു വാടക വീട് എടുത്തു. ബാക്കി 20,000 റുപ്യ കൊണ്ട് വീടിന്റെ പണിക്കിറങ്ങി. ഞാൻ അൽഹംദുലില്ലാഹ് ഏകദേശം എനിക്ക് തന്നെ അറിയില്ല, ഒരു പരിചയമായിട്ടോ ബാങ്കുമായിട്ടോ ഒന്നും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ് എന്റെ ഒരേ കട്ടിങ്ങൾ വരുമ്പോഴും ഞാൻ മടവൂരി ശൈഖുനയോട് പറയും, അതായത് ജനൽ വെച്ച് ഇനി സൈഡ് വാർക്കണം, മേൾ വാർക്കണം, 4 ലക്ഷം രൂപയാണ് എന്റെ അടുത്ത് കോൺട്രാക്ടർ ആവശ്യപ്പെട്ടത്. ഞാൻ എവിടെ പോയി ചോദിക്കാനാ, ആരെടുത്ത് ചോദിക്കാനാ? ഞാൻ മടവൂരി ശൈഖുനാനെ പോയി സിയാറത്ത് ചെയ്തു. അന്ന് രാത്രിയിൽ എന്നെ ഒരാൾ വിളിക്കുന്നു. അയാൾ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറയാ, ഉസ്താദേ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എനിക്കൊന്ന് പറഞ്ഞേരി എന്ന് പറഞ്ഞു. ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കാഫിലെ കാണാൻ എനിക്കറിയില്ല. ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തു, അക്കൗണ്ട് നമ്പരൊക്കെ കൊടുത്തു. 4 ലക്ഷം രൂപ ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല, അയാളോട് ഒന്നും പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസം ആൾ വിളിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. തിങ്കളാഴ്ചയൊക്കെ ചൊവ്വാഴ്ചയൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അൽഹംദുലില്ലാഹ് തിങ്കളാഴ്ച രാവിലെ സുബഹിക്ക് എണീക്കുന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എന്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം 1 കൊല്ലം കൊണ്ട്, അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി പിറ്റേ ആണ്ടായ ശവ്വാലിൽ ഞാൻ വീടിന്റെ കയറി താമസിക്കലും ഉറൂസ് നടത്തി 57 ലക്ഷം രൂപയുടെ വീട് മടവൂര് ശൈഖുന എനിക്ക് തന്നതാ. പിന്നെ പുള്ളിയുടെ കയ്യിൽ അടിപൊളി ഒരു വണ്ടിയൊക്കെ ഉണ്ട്. പിന്നെ യൂട്യൂബ് ചാനല് അത്യാവശ്യം റീച്ചാണ്, എല്ലാം ഉണ്ട്, നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ഈ ചൂഷണം ചെയ്തിട്ട് തന്നെയാണ് ഇയാൾ ഇതൊക്കെ ഉണ്ടാക്കിയത്. അത് നമുക്ക് എന്താ പറയുക, അറിയാവുന്ന കേസാണ്. അപ്പോൾ ഞാൻ മടവൂർ ഭക്തൻ എന്നുള്ള ഒരു പേരിലാണ് ഞാൻ പുള്ളിയുമായിട്ട് കോണ്ടാക്ട് ചെയ്തത്. ഈ അങ്ങനെ ഉണ്ടല്ലോ, കുറേ വർഷങ്ങളായിട്ട് ചൂഷണത്തിൽ ഇങ്ങനെ ജീവിച്ച് പിന്നെ വരുന്നതെല്ലാം ആ രൂപത്തിലാണെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും ഇവർ. അപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു, മക്കളില്ലാത്ത പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തത്. അപ്പോൾ ഇയാള് ഞാൻ എന്താണോ, എൻ്റെ ജോലി എന്താണോ, എനിക്കുള്ള വരുമാനം എന്താണോ, അങ്ങനെയുള്ള ഒരു കാര്യം പുള്ളിക്ക് അറിയണ്ട. പുള്ളി പെട്ടെന്ന് തന്നെ വഴി ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ഡീറ്റെയിൽ വാട്സാപ്പ് ചാറ്റിൽ കിട്ടും. അപ്പോൾ എന്താണെന്നൊന്നും കാര്യങ്ങളൊന്നും അറിയണ്ട. പുള്ളിക്ക് കിട്ടേണ്ടത് ലൈറ്റാണ്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റ്. 38,000 രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അതാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് പുള്ളി. ബാക്കി നമുക്ക് ആ ചാറ്റ് ലിസ്റ്റിൽ കാണാം. ഓക്കെ, അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനീ പറഞ്ഞു വരുന്നത് മടവൂർ കാഫില. അപ്പോൾ മടവൂർ കാഫില നടത്തിക്കൊണ്ടുവരുന്ന വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ടിട്ട് അതിൽ നിന്ന് വരുമാനവും മാത്രമല്ല എല്ലാ പച്ചക്കള്ളത്തരങ്ങളും പറഞ്ഞ് പാവങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തൻ്റെ ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ ഒരുപാടുണ്ട്. ഇതിൽ ഒരുത്തന്നെയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. അവൻ്റെ ചൂഷണത്തിന് ഞാൻ ഇരയാവാൻ അവനക്ക് ആവശ്യപ്പെട്ട ലൈറ്റ് 36,000 രൂപയുടെ ലൈറ്റ്, 18,000 രൂപയാണ് ഒരു ലൈറ്റിന്. അപ്പോൾ 36,000 രൂപയുടെ ലൈറ്റ് ഞാൻ കൊടുക്കാതെ വന്നപ്പോൾ പിന്നെ അവൻ എന്നെ ശപിക്കാൻ തുടങ്ങി. എല്ലാം വരുന്നുണ്ട്, എല്ലാം കണ്ടു നോക്ക്, എന്നെ കേട്ട് നോക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥകൾ. പാവപ്പെട്ട കൗമിങ്ങളെ, പച്ച പാവങ്ങളെ പറ്റിച്ചിട്ട് ജീവിക്കണം. ഇവനൊക്കെ ജീവിക്കല്ല, സമ്പാദിച്ച് ജീവിക്കണം. ഇതിനെതിരെയാണ് നമ്മൾ ഒച്ചെടുക്കണം, നമ്മൾ ഉണരേണ്ടത്. ഓക്കെ. ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം ലത്തീഫ് ഉസ്താദെ? സുഖാണോ? എന്താണ് നാട്ടിലൊക്കെ അവസ്ഥകൾ? ഞാനിവിടെ മസ്കത്തിൽ നിന്നാണ്. പിന്നെ എന്താണ് വിശേഷങ്ങൾ പറ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് റാഹത്താണ്. ആരാന്ന് മനസ്സിലായിട്ടില്ല. എന്തൊക്കെ നിങ്ങൾക്ക് സുഖമല്ലേ? നിങ്ങളെവിടെ നാട്ടിൽ? എന്താ നല്ല ജോലി? ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് ഉസ്താദ് വിശേഷം? സുഖാണോ? കാലത്ത് വോയിസ് കേട്ടു, പിന്നെ കുറച്ച് തിരക്കിലായി. ഓഫീസിൽ എത്തുന്നത് വരെ കുറച്ച് ബിസി ആയിരിക്കും. ഇനിയിപ്പോൾ കുറച്ച് സമയം ഫ്രീ ഉണ്ട്, അപ്പോൾ വിശദമായിട്ടൊന്ന് വോയിസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഞാൻ മസ്കത്തിലാണ്, പിന്നെ നാട്ടിൽ പൊന്നാനി. ഇപ്പോൾ ഉള്ളത് മസ്കത്തിൽ. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഞാനിവിടെ വന്നിട്ടിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ ഇവിടെ വൈഫ് കൂടെ ഉണ്ട്.
എനിക്ക് ഞാനിപ്പോൾ നിങ്ങളുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് അതിലെ ഓരോ വ്യക്തികളുടെയും അവർക്ക് അനുഭവങ്ങൾ, നേരിട്ടുള്ള അനുഭവങ്ങളാണല്ലോ ഉസ്താദിൻ്റെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകനാണ് ഞാൻ, വൈഫ് വന്നിട്ട്. അപ്പോൾ ഞങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് 2012 അപ്പോൾ കുട്ടികളുടെ ഒരു സന്താനഭാഗ്യത്തിൻ്റെ ഒരു കാര്യത്തിന് ഭയങ്കര പഠിച്ചാൽ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഇവിടെ ഒരു കൂട്ടുകാരനും കൂടെ കോട്ടക്കലുള്ളത്. പുള്ളിയും ഏറെക്കുറെ 2012-13 ആ സമയത്ത് കല്യാണം കഴിഞ്ഞാണ്. അവനും ഇതേ ടെൻഷനിൽ തന്നെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ കൂടുതൽ സി എം അവരുടെ കറാമത്തുകളും അങ്ങനെയുള്ള ചികിത്സകളും കാര്യങ്ങളൊക്കെയാണ് ആഗ്രഹിച്ചിട്ട് ഉസ്താദുമായിട്ട് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് പറയും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിഷമിക്കണ്ട. അള്ളാഹു നല്ല റാഹത്തുള്ള സന്തോഷമുള്ള മക്കളെ അള്ളാഹു നൽകും ഇൻഷാ അല്ലാഹ്. ഞാൻ ഇപ്പോൾ ചെറിയ തിരക്കിലാണ്. ഇൻഷാ അല്ലാഹ് ഫ്രീ ആയതിനു ശേഷം ഞാൻ മെസ്സേജ് അയക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഇൻഷാ അല്ലാഹ് മറക്കരുതേ. അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. എന്തൊക്കെ റാഹത്തല്ലേ? നിങ്ങൾക്ക് വിളിക്കാൻ സൗകര്യമുണ്ടോ? അവിടുന്ന് ഇങ്ങോട്ടേക്ക് വിളിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ വിളിക്കുക. നമുക്ക് നേരം കളയണ്ട, കഴമ്പുള്ളിലോട്ട് പോകാം. എന്താ പിന്നെ ഞാൻ വലൈക്കും അസ്സലാം വറഹമത്തുള്ളാഹി. ഞാൻ നല്ല തിരക്കിലായിരുന്നു. എനിക്ക് വോയിസ് ഇപ്പോഴാണ് മേളത്തെ വോയിസൊക്കെ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബിയെ കൊടുത്തത് ഒരുപാട് പരീക്ഷണങ്ങൾ കഴിഞ്ഞിട്ടല്ലേ. ആ ഇസ്മായിൽ നബിയുടെ ബർക്കത്തുകൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ബർക്കത്തുകൊണ്ട്, കൗബയുടെയും ഒക്കെ ബർക്കത്തുകൊണ്ട്, പ്രത്യേകിച്ച് കുത്തുബുൽ ആലം സി എം വലിയുള്ളാൻ്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് നല്ല റാഹത്തുള്ള മക്കളെ തരട്ടെ എന്ന് ദുആ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബന്ധപ്പെടും. വാട്സപ്പിൽ സൗകര്യം പോലെ ബന്ധപ്പെടും ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുനാൻ്റെ ബർക്കത്തുകൊണ്ട് ആയിക്കോളും. ഇപ്പം നിരാശപ്പെടേണ്ട ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ഉസ്താദ്, ആയിക്കോട്ടെ. ദുആയിൽ ഉൾപ്പെടുത്ത്. പിന്നെ എനിക്ക് നമ്മളെന്തായാലും ദുആ ചെയ്യാം. പിന്നെ വേണ്ട കാര്യങ്ങളും ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യണം, അത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഉസ്താദ് പറഞ്ഞു തരാമെങ്കിൽ എനിക്ക് അതുപോലെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഞാനും വൈഫും ഉണ്ട് ഇവിടെ. ഇനിയിപ്പോൾ 3 മാസം കൂടെ ഉള്ളൂ, കഴിഞ്ഞാൽ അവൾ പോകും. അപ്പോൾ ഞാനിവിടെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർക്കണമല്ലോ. അപ്പോൾ അതിനാണ് ഉസ്താദ് എന്തായാലും നോക്കിയിട്ട് ബാക്കി പറ. പിന്നെ അപ്പോൾ ഇനി എൻ്റെ അടുത്ത് പറഞ്ഞാൽ പിന്നെ കൂട്ടക്കൽ എൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ, പുള്ളിയും അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഡീറ്റെയിൽ ആയൊരു കാര്യം പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ ഭാര്യയുടെ പീരീഡ് ടൈം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം നാളെ ആവട്ടെ കേട്ടോ. പിന്നെ നിങ്ങൾ മടവൂർ ക്രാഫ്റ്റിലൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അത് വളരെ അത്യാവശ്യം അർജൻറ്റും ആയിരുന്നു, അതുകൊണ്ട് പറയുന്നത്. ഷെയ്ഖുനാനെ സ്നേഹിക്കുന്നവരല്ലേ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇപ്പോൾ 3 കൊല്ലമായി നമ്മുടെ ലൈറ്റ് മേടിച്ചിട്ട് മടവൂർ ക്രാഫ്റ്റിലാണ്. ആ ലൈറ്റ് ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി. അത്യാവശ്യം എക്സ്പെൻസീവ് പൈസ ഉള്ള സാധനമാണ് ലൈറ്റ്, നമ്മൾ വീഡിയോ പിടിക്കാൻ നേരത്ത് വെക്കുന്ന ലൈറ്റ്. അപ്പോൾ ഒരു ചെറിയ പ്രയാസമുണ്ട്. അള്ളാഹു ആ 100ൻ്റെ ബർക്കത്തുണ്ട്, അള്ളാഹു 100 തരട്ടെ. അപ്പോൾ നമുക്കത് വാങ്ങിത്തരാമോ ലൈറ്റെന്ന് ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇപ്പം ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ വീഡിയോ പിടിക്കാൻ പോകാനുണ്ട്. അപ്പോൾ ലൈറ്റ് അത്യാവശ്യമാണ്. ആരെങ്കിലുമൊക്കെ പ്രവാസികളാണ് നമ്മളെ സഹായിക്കൽ ഇൻഷാ അല്ലാഹ്. പിന്നെ നോക്ക്, മറ്റേത് രാവിലെ പറഞ്ഞുതരാം കേട്ടോ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഈ 3 മാസം കൂടി നാട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യയ്ക്ക് വിശേഷമുണ്ട് എന്നറിഞ്ഞ് പോകും. ചെയ്യും വലിയുള്ളാഹിയുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ മശായിഖന്മാരെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. മാഷാ അല്ലാഹ്. ഹൈർ നാളെ പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇത് സന്തോഷമുള്ള കാര്യമല്ലേ? മാഷാ അല്ലാഹ്, നല്ല സന്തോഷമുള്ള കാര്യമല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ അറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ പ്രവാസിയായിരിക്കുന്ന ഏതൊരാളും നമുക്ക് എന്താണ് ഇപ്പോൾ ഇങ്ങനെ എല്ലാ എപ്പിസോഡും ഇങ്ങനെ കാണുക, പിന്നെ അതിൽ പറയുന്ന കാര്യങ്ങൾ വല്ല പ്രത്യേകിച്ച് ദുആ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക. അങ്ങനെയുള്ള ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്കും ഒരു ആഗ്രഹം പറയണം എന്നൊക്കെ, നമുക്കും എല്ലാ അനുഭവം വേണം എന്നുള്ള ആഗ്രഹത്തിലിരിക്കുന്ന ആളുകളാണല്ലോ എല്ലാവരും, പ്രവാസികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹൈർ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ, അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടുമോ നോക്കട്ടെ ഹൈർ. ഇവിടുന്ന് ആകുമ്പോൾ ഞാൻ പറയാം അസ്ലി സാധനമായിരിക്കും കിട്ടുക, നല്ല സാധനമായിരിക്കും ഇവിടുന്ന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ വാങ്ങിച്ച് കൊടുത്തു വിടാനുള്ള ഏർപ്പാട് ചെയ്യാം. കൊടുത്ത് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് മടവൂർ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് തരാൻ അങ്ങോട്ട് എത്തിക്കാനൊന്നും വിഷയമല്ല. കൊറിയർ ആയാലും ചെയ്താലും മതി, എവിടെ നിന്നിട്ടായാലും. അപ്പോൾ ഞാൻ പറയുന്നതാണ് എളുപ്പം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഫോട്ടോ ഇട്, ഏതാണ് ബ്രാൻഡ്, ഏതാണ് ലൈറ്റ്. നാട്ടിൽ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഇവിടെ അധികം പ്രൈസ് ഒന്നും ഉണ്ടാവില്ല. എനിവേ ഉസ്താദ് അറിയിക്കും ഇൻഷാ അല്ലാഹ് ഹൈർ. സന്തോഷമായിട്ടാണ്. ഇല്ലേ, അത് നാട്ടിൽ നിന്ന് മേടിക്കണം. നാട്ടിൽ നിന്ന് മേടിക്കുന്നതാണ്, നല്ല എക്സ്പെൻസ് ഉണ്ട്. ഒന്നിന് 26 രൂപ 28 രൂപയോളം ഒന്നിന് വരുന്നുണ്ട്. അപ്പോൾ 2 എണ്ണം വേണം. നമ്മൾ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് 2 സൈഡിൽ നിന്ന് വെക്കുന്ന ലൈറ്റ്. അപ്പോൾ 2 ലൈറ്റാണ് വേണ്ടത്. ഞാൻ എൻ്റെ ഫോട്ടോ ആണ് അയച്ചത്. അവിടെ കിട്ടത്തില്ല, അവിടെ കിട്ടുകയാണെങ്കിലും റിസ്ക്കാണ് കൊണ്ടുവരുന്നൊക്കെ. അത് ഇവിടുന്ന് കിട്ടും ഇൻഷാ അല്ലാഹ്. വലിയ ഉപകാരമായിരുന്നൊന്ന് വാങ്ങി തന്നിരുന്നെങ്കിൽ. നമുക്ക് ഷെയ്ഖുനാൻ്റെ ബർക്കത്തുകൊണ്ട് ഒരേ പ്രവാസികളാണ് നമ്മുടെ ഈ കാഫില മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് ആളുകൾക്ക് വലിയ അനുഭവം ഉണ്ട്. അല്ലാഹു അതിൻ്റെ 100 നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. കാരണം ഇൻഷാ അല്ലാഹ് ആ പ്രകാശം, നിങ്ങൾക്ക് പ്രകാശം ഉണ്ടാവും. ഞാൻ അയച്ചേരെ ഫോട്ടോ. ഇത് നമ്മുടെ ലൈറ്റ് അല്ല, ഇത് വേറെ ഒരാൾ മോഡൽ അയച്ചു തന്നെയാണ്.
ഇത് ഇതാണ് ഇപ്പോഴത്തെ മോഡൽ ലൈറ്റ്. ഇത് നല്ല അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ട്. ഇതാകുമ്പോൾ കൂട്ടുകയും കുറയ്ക്കുകയും നമ്മൾ പ്രായം ചെന്ന ആളുകളുടെ മുന്നിലോട്ടാണല്ലോ ലൈറ്റ് വെക്കുന്നത്. ചിലർക്ക് ലൈറ്റ് ബുദ്ധിമുട്ടാകുമ്പോൾ ലൈറ്റ് കുറക്കാനും കൂട്ടാനൊക്കെ പറ്റും. അസ്സലാമലൈക്കും ഉസ്താദേ, നമ്മളാരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ അയച്ചത്. നമ്മൾ പുള്ളി അതിനകത്ത് പറയുന്ന ആമറോൺ എന്നാണ്, പക്ഷേ അതിനകത്ത് എഴുതിയിട്ടുള്ളത് ആമറാനാണ്. ആമറാൻ അതെങ്ങനെ ശരിയാവും? ഫേക്കാണോ? ആമറോൺ അടിപൊളിയാണ് കമ്പനി, പക്ഷേ ആമറാൻ എന്നുള്ള ഇതിന് എഴുതിയിരിക്കുന്നത് AMARAN ആണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ശരിക്കും ആമറോണാണ്, RON ആണ്. അതാണ് അടിപൊളി കമ്പനി. എന്തായാലും ശ്രദ്ധിക്കുക, പറ്റിക്കപ്പെടരുത് നമ്മൾ, അതുകൊണ്ടാണ്. അല്ല, പറഞ്ഞത് മാറിപ്പോയതായിരിക്കും. അത് നമ്മുടെ കൂട്ടുകാരൻ്റെ ഒരു ക്യാമറമാൻ്റെ അടുത്താണ് നമ്മൾ ലൈറ്റ് ചോദിച്ചത്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റിൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ടാവും. രണ്ടും കത്തുന്നില്ല. അപ്പോൾ സർവീസിന് കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. അതിന് സർവീസിന് കൊടുത്തിട്ട് അതിന് ശരിയാവില്ല എന്നാണ് പറയുന്നത്. പിന്നെ അതിന് മാറണമെങ്കിൽ തന്നെ ഒന്നതിന് 13 റുപ്യ വെച്ച് എൻ്റെ ലൈറ്റ് എന്താ സാധനം മാറണം. അപ്പോൾ നല്ല പൈസ വരും. പിന്നെ നിൽക്കില്ല. അതിനെക്കാട്ടി നല്ലത് പുതിയ വാങ്ങുന്നത് നല്ലത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പ്രയാസം ഇല്ല എങ്കിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇൻഷാ അല്ലാഹ് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഞായറാഴ്ചത്തെ പരിപാടിക്ക് ഞായറാഴ്ച ഒരു ഡോക്ടറിൻ്റെ വീഡിയോ എടുക്കാൻ പോകണം. നല്ല പ്രായമുണ്ട്, ഷെയ്ഖുനായിട്ട് വലിയ അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അവിടെ പോകണം. അപ്പം റാഹത്തായിരുന്നു. എന്തായാലും ഇൻഷാ അല്ലാഹ് അവരുടെ അടുത്ത് ചോദിക്കും. ഇത് നല്ല കമ്പനിയാണ്, പക്ഷെ പറഞ്ഞ മാറിയതായിരിക്കും. നമ്മുടെ ക്യാമറമാൻ വേറൊരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ അയാൾ ഇങ്ങോട്ട് അയച്ചു തന്ന വീഡിയോസ് ഈ ലൈറ്റ് എടുത്താൽ മതി എന്നും പറഞ്ഞ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് നല്ല ഇഷ്ടമായി. ഇൻഷാ അല്ലാ ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഉസ്താദ്. എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ ഫ്രഷായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ത്രില്ല് ഉണ്ടാവില്ലല്ലോ. പിന്നെ ഇൻഷാ അല്ലാ എനിക്ക് സമയം താ. നമ്മൾ ഇവിടെ ഇപ്പോൾ കൂട്ടുകാർക്ക് സെൻഡ് ചെയ്തിട്ട് മാത്രമേ ഈ വീഡിയോ, എന്നിട്ട് പുള്ളി വന്നിട്ട് കാണുകയോ നമുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ലൈറ്റിൻ്റെ വീഡിയോ കണ്ടാൽ ഞാൻ ചോദിക്കണം ഏതാണ് എന്നൊക്കെ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ പറയണം. എന്നിട്ടുള്ള ഒരു സമയം ബാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആ ഒരു ഡോക്ടറെ നമുക്കൊരു പകൽ ഷൂട്ട് ചെയ്യാനുള്ള രൂപത്തിലാക്ക്. ഇൻഷാ അല്ലാ ഇത് കിട്ടുന്നത് വരെ സെറ്റാക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ എനിക്ക് നമ്മുടെ ഉസ്താദന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ് പലർക്കും ഇത് വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്, വലിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്, മക്കളുണ്ടായിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട്, ഷെയ്ഖുനാടെ ബർക്കത്തുണ്ട്. ഉസ്താദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് അവരെ പീരീഡ് ടൈം കഴിഞ്ഞാൽ ഇത്ര ദിവസം ഉണ്ടല്ലോ, ആ ദിവസത്തിൻ്റെ അറിയാമല്ലോ, അന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ബന്ധപ്പെടുന്നതിന് മുമ്പായിട്ട് ഒരു 1/2 ലിറ്റർ വെള്ളം 1 ലിറ്റർ വെള്ളം എടുക്കുക. അതിൽ CM വലിയുള്ളാൻ്റെ പേരിൽ 11 ഫാത്തിഹയും 11 നാരിയത്ത് സ്വലാത്തും ഇന്നാത്തന കൗസറ സൂറത്ത് 21 തവണയും ആ വെള്ളത്തിൽ മന്ത്രിച്ച് ഷെയ്ഖുനാടെ പേരിൽ തവക്കലാക്കി ആ വെള്ളം 2 പേരും പള്ള നിറച്ച് കുടിക്കണം. ബന്ധപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഷെയ്ഖുനാക്ക് യാസീനോദി ദ്വാരക്കണം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ആ 3-4 പ്രാവശ്യം ബന്ധപ്പെടുമ്പോൾ ഇത് ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് പിന്നീട് അള്ളാഹു ഷെയ്ഖുനാടെ ബർക്കത്ത് കൊണ്ട് ആദ്യത്തെ കുട്ടി ആണാണെങ്കിൽ മുഹമ്മദ് അബൂബക്കർ എന്ന് പേര് വെക്കാമെന്ന്, മടവൂർ ഷെയ്ഖുനാടെ പേര് വെക്കാമെന്ന് നിയത്താക്കിയാലും മതി. ഇൻഷാ അല്ലാഹ് അള്ളാഹു റാഹത്തിലും സന്തോഷത്തിലും ആക്കട്ടെ. നമുക്കിത് പറഞ്ഞു കൊടുത്തിട്ട് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. 18 കൊല്ലമായിട്ട് മക്കളില്ലാത്ത കാസർഗോഡുള്ളൊരു സുഹൃത്ത്, അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് ഒരു ആൺകുട്ടിയുണ്ട്. അങ്ങനെ പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഇൻഷാ അല്ലാഹ് കേട്ടോ. ഈ വോയിസ് ഉസ്താദ് കേട്ടാൽ മതി, വേറെ ആർക്കും ഫോർവേഡ് ചെയ്യരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണല്ലോ. എനിക്ക് നമ്മുടെ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മൾ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ടൊരു ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഈ വിഷയം. പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്, വലിയ വലിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് കുഴപ്പമൊന്നുമില്ല, ഖൈർ. അത് എന്താണ് അങ്ങനെ പറഞ്ഞത്, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, അതിന് നിർദ്ദേശങ്ങൾ ഉസ്താദ്മാർ, പഠിച്ച ആളുകൾ, അറിവുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു, അത് നമ്മൾ ഏറ്റെടുക്കുന്നു, അത് നമ്മളിവിടെ ഫോർവേഡ് ചെയ്യണം. ഞാൻ ഇതൊരു കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കും. ഇതേപോലത്തെ അവസ്ഥ നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരുണ്ട് ഇവിടെ, അവനും ഞാനും അത് ഷെയർ ചെയ്യുക. എനിക്ക് എൻ്റെ അതേ വിഷമം അനുഭവിക്കുന്ന ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ സാർ? അതും കൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അവനോടും കൂടെ പറയാമായിരുന്നു. നമുക്ക് വിശ്വാസമില്ലാണ്ടെന്നല്ല, വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്യാതിരിക്കലാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ഖൈർ. ശരിയല്ലേ? വഹാബികളുടെ അടുത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ ഫിത്തനകളുണ്ടാക്കും. അതുകൊണ്ടാണ് കൂട്ടുകാരന് പറഞ്ഞു കൊടുത്താൽ മതി, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, വോയിസ് അയച്ചു കൊടുക്കണ്ട കേട്ടോ. ശരി ആയിക്കോട്ടെ സാർ.
നല്ല കാര്യം. എനിക്ക് ഇതേ സംഭവം ഞാൻ അവനുമായിട്ട് ഈ ഉസ്താദിന് പറഞ്ഞ അതേപോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? ഓക്കെ ഓക്കെ ശുക്രൻ. വോയിസ് അയച്ചു കൊടുക്കണ്ട, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി ഇൻഷാ അല്ലാ. കൂട്ടുകാരനടുത്ത് പറയും, ഒരു ലൈറ്റ് നിങ്ങളും ഒരു ലൈറ്റ് കൂട്ടുകാരനും വാങ്ങിത്തരാൻ പറയും. അള്ളാഹു രണ്ടുപേരുടെ ജീവിതത്തിലും വലിയ പ്രകാശം നൂറ് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് മടവൂർ ശൈഖുനായുടെ ചരിത്രം പിടിക്കാനാണല്ലോ, അതിൻ്റെ അള്ളാഹു രണ്ടുപേരുടെ ജീവിതത്തിലും തരട്ടെ. നിങ്ങൾക്ക് കട്ടി പറയുമല്ലോ, ഒന്ന് നിങ്ങളും ഒന്ന് നിങ്ങളുടെ കൂട്ടുകാരനായപ്പോൾ നിങ്ങൾക്കും അത് വലിയ വിഷമാവില്ല, അയാൾക്കും വിഷമാവില്ല. ആ ഉസ്താദെ താങ്ക് യു, ഒരുപാട് സന്തോഷം. ഞാനത് പ്രതീക്ഷിച്ചില്ല, ഞാൻ ഉദ്ദേശിച്ചില്ല. പെട്ടെന്ന് ഉസ്താദ് ഇതിങ്ങനെ പറഞ്ഞു തന്നപ്പോൾ നന്നായി. കാരണം അത് ശരിയാണല്ലോ, ഒരെണ്ണം അവൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ. നല്ല പോയിട്ട് ഒരുപാട് സന്തോഷം, താങ്ക് യു. ഇൻഷാ അല്ലാ ഉസ്താദ്. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കൊടുക്കാം. പിന്നെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വോയിസ് സെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, കുഴപ്പമില്ലല്ലോ. പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരാളെയും എന്തിനു പേടിക്കണം, നമ്മൾ ഒന്നിനെയും പേടിക്കണ്ട. കാരണം നമ്മളെന്താണ്, ഞാനെന്താണ് എനിക്കറിയാം. അപ്പോൾ നമ്മളേക്കാൾ കൂടുതൽ പഠിച്ചയും ആരൊക്കെ പഠിച്ചാലും അറിവും കൂടുതലായിട്ടുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് ചോദിച്ച് സത്യത്തിൻ്റെ ഭാഗത്തല്ലേ അവർ നിലകൊള്ളുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളല്ലേ അവർ പറഞ്ഞിട്ടുള്ളൂ നമുക്ക്, ആ പണ്ഡിതന്മാർ. അപ്പോൾ അത് മാത്രമല്ലേ നമ്മൾ ഏറ്റെടുക്കുന്നത്, അത് മാത്രമല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിൻ്റെ ഒരു പേടി ഉസ്താദ് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് കൂടുതൽ അറിഞ്ഞൂടെ ഈ വഹാബി എന്താണ്, വഹാബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജമാഅത്തെ ഇസ്ലാമിയാണോ മുജാഹിദാണോ, അതോ നമ്മൾ ആരെയും ഒന്നിനും പേടിക്കേണ്ട. സത്യത്തിൽ നിലകൊള്ളുന്ന ഉസ്താദിനെ പോലുള്ള പണ്ഡിതന്മാർ ആരെയും പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് സാന്ദർഭികപരമായിട്ട് പറയാനുള്ളത് ഉസ്താദിൻ്റെ അടുത്ത്. ഓക്കെ ഇൻഷാ അല്ലാ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും സന്തോഷം. ഉസ്താദെ ക്ഷമിക്കണം കേട്ടോ, കാരണം എൻ്റെ ചെറിയ അറിവിൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞു കേട്ടോ നേരത്തെ. ഇതിൻ്റെ മുകളിലത്തെ വോയിസേ സോഷ്യൽ മീഡിയയുടെ പേടി ആരുമില്ല, നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്തല്ലേ എന്നൊക്കെ പറഞ്ഞത് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് പറഞ്ഞു. ഉസ്താദിന് വിഷമമൊന്നും ആയിട്ടില്ല, ആക്ച്വലി ക്ഷമിക്കണേ. കാരണം ഉസ്താദ് പിന്നെ മറുപടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എന്തോ പോലെ, അതുകൊണ്ട് പറഞ്ഞാണ്. ഇൻഷാ അല്ലാ അപ്പോൾ ഡിസംബർ മാസം വരെ ഒന്ന് സഹിക്കണേ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ, ഒന്നും പ്രശ്നമില്ല, സന്തോഷമുള്ളൂ. അസ്സലാമലൈക്കും. ഞാൻ ചോദിക്കുന്നുള്ള ഈ ലൈറ്റ് തന്നെയല്ലേ, മാറ്റില്ലല്ലോ. ഈ ലൈറ്റ് ആകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതൊക്കെ പ്രായം കൂടിയ ആൾക്കാരാണ്, അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെട്ടം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ ഈ ലൈറ്റ് തന്നെയാണല്ലോ നോക്കിയിരിക്കുന്നത് കേട്ടോ. ലൈറ്റ് ബാമും വൈറ്റും ഒക്കെ ലൈറ്റ് വരുന്ന, കളറ് മാറ്റാൻ പറ്റുന്ന ഇതാണ് കേട്ടോ ഇതിൻ്റെ പേര്, ഈ ലൈറ്റിൻ്റെ പേര്. അസ്സലാമു അലൈക്കും ഉസ്താദ്. ഇതാണ് ഞാനിപ്പോൾ നോക്കി വെച്ചിട്ടുള്ള അവന് ഇട്ടുന്ന ഫോട്ടോ ഒരെണ്ണം ഇട്ടെന്നുള്ളൂ. അപ്പോൾ ഇത് 60 ഉസ്താദ് 60-ൻ്റെ അല്ലേ, 60 ഇൻറ്റു അല്ലേ, ഇത് 100ആണ്. പിന്നെ അതിലും നല്ലതാണിത്, ഞാൻ പറഞ്ഞു കേട്ടത്തോളം ഇത് അതിലും നല്ലതാണെന്നാണ് പറഞ്ഞത്. പിന്നെ ബെറ്റർ പ്രൈസുമാണ്, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ 20,000 രൂപ ആവുന്നുള്ളൂ, അവിടെ 28 ഉസ്താദ് ആദ്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നാട്ടിലത്തെ റേറ്റിനേക്കാൾ നല്ലത് ഇവിടുത്തെ റേറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ വർക്ക് കുറച്ചുകൂടെ ബിസി ആവാൻ പോകേണ്ട. ഓക്കെ ഇൻഷാ അല്ലാ കാണാം. പിന്നെ ഉസ്താദ് ഒരു കാര്യം ചോദിക്കാൻ പറ്റുപോയി. ഉസ്താദിൻ്റെ ജില്ല ഏതാണ്? ഞാൻ അത് ശ്രദ്ധപ്പെട്ടില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. ഞാൻ മലപ്പുറം ജില്ലയാണ്. ഉസ്താദിൻ്റെ സ്ഥലം ഏതാണ്, ജില്ല ഏതാണ്? അപ്പോൾ ആ ജില്ലപ്പെട്ട ആരെങ്കിലും കൂട്ടുകാരന്മാർ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാമല്ലോ. അതിനാണ് ചോദിക്കുന്നത്. ഉസ്താദിൻ്റെ ജില്ല പിന്നെ സ്ഥലം കറക്റ്റ് ഒന്ന് അഡ്രസ്സ് പറയുകയാണെങ്കിൽ. ഇത് മതി. എൻ്റെ കൂടെ ക്യാമറമാൻ ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ അതിൻ്റെ പേരൊക്കെ അയച്ചത്. എൻ്റെ കൂടെ എൻ്റെ ക്യാമറമാൻ ഇപ്പോൾ ഉണ്ടായിരുന്നു, അപ്പോൾ അവനാണ് പേരൊക്കെ ഞാൻ പറഞ്ഞു. കണക്ക് നമ്മുടെ സുഹൃത്ത് ഒമാനിൽ നിന്ന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ സാർ മാറിപ്പോണ്ട, ഇത് മതി, ഇത് കണ്ടിഷ്ടപ്പെട്ടു. ഓക്കെ ഇൻഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, സന്തോഷം. മലപ്പുറം ജില്ലയിലോ തിരുവനന്തപുരം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലോ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെല്ലായിടത്തേക്കും യാത്ര ചെയ്യുന്ന ആളല്ലേ. ഇപ്പോൾ ബീഹാറിൽ പോയിരിക്കുമായിരുന്നു, ഞാൻ പറഞ്ഞു, നമ്മളെല്ലാ സ്ഥലത്തേക്കും യാത്ര പോകണതാണ്. അവിടെയൊക്കെ പോയി ഞാൻ കളക്ട് ചെയ്തോളാം. അതുമാത്രമല്ല, നമ്മളെ മടവൂർ കാഫിലെ കാണുന്ന ആൾക്കാരെല്ലായിടത്തും ഉണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തൊന്നും ഒരു പ്രശ്നമില്ല. മലപ്പുറത്തൊക്കെ എനിക്ക് സിമ്പിളായിട്ട് കളക്ട് ചെയ്യാൻ പറ്റും, എവിടെയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം ആരാ വരുന്ന അവരുടെ അടുത്തുനിന്ന് കൊടുത്തു വിട്ടാൽ ഏത് ഭാഗത്തേക്കാണേലും, കാരണം അത്രയും അർജൻറ്റും അത്യാവശ്യമാണ് ലൈറ്റ്. ഇൻഷാ അല്ലാ കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെ വിശേഷം, റാഹത്തല്ലേ? പിന്നെ ഈ മാസമാണോ വരുന്നത്? ഈ മാസം എന്നല്ല പറഞ്ഞാൽ എത്രാം തീയതി വരുന്നതെന്ന് അറിയിക്കുക, മറ്റേ ലൈറ്റ് കൊണ്ടിരുന്നവർ. ഇൻഷാ അല്ലാ. Walaikum salam. Oh, bhai, I'm almost busy, man. I told you before. ഹലോ അസ്സാം വലൈക്കും. ഉസ്താദായിരുന്നു. സോറി കേട്ടോ, ഞാൻ കസ്റ്റമേഴ്സിൻ്റെ മെസ്സേജിൻ്റെ ഇടയിലാണ്. ഇൻഷാല്ലാ അത് ഡിസംബറിലാണ് ഉസ്താദ്, ഡിസംബറിലാണ് ഇൻഷാല്ലാ. ഞാൻ നിങ്ങളുടെ വോയിസ് കേട്ടപ്പോൾ പേടിച്ചു പോയി, എന്തോ സംഭവം. മാഷാല്ലാ നല്ലൊരു വീഡിയോ. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് അതിൽ ആ വണ്ടിയാണ്. ഏതാണ് ആ വണ്ടി? പുതിയ മോഡലാണല്ലോ. അത് HCV ആണ്. അത് മടവൂർ ഷെയ്ഖുന നമുക്ക് തന്ന വണ്ടിയാണ്, ഷെയ്ഖുന തന്നതാണ്.
അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് ഉസ്താദേ, സുഖമല്ലേ? സുഖമായിട്ട് പോകുന്ന അടിപൊളിയല്ലേ? പിന്നെ ഒരു വിഷമഘട്ടത്തിലാണ് ഞാൻ. കാരണം ഡിസംബറിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒന്നേ നടന്നിട്ടുള്ളൂ. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിൽ അവൻ ലൈനിൽ പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ലൈനിൽ പോകുന്ന ആ കൂട്ടുകാരൻ്റെ ഷോപ്പിലൊക്കെ അവൻ കയറി പോകുന്നതാണ് ആ വഴി. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിപ്പിച്ചിട്ട് അവൻ്റെ റൂമിൽ, എന്ത് കൂട്ടുകാരൻ്റെ പറഞ്ഞില്ല, അവൻ്റെ റൂമിലാണ് ഇരിക്കുന്നത്. ഒരെണ്ണമാണ് അവിടെ ഇരിക്കുന്നത്. പിന്നീട് വേറെ ഒരെണ്ണം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇവനോട് നീ ഒരെണ്ണം ഞാൻ ഒരെണ്ണം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവനിപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം എൻ്റെ അടുത്ത്. ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ പകച്ചു നിന്ന് പോകുന്ന ഒരു അവസ്ഥകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നീ അങ്ങനെ ചിലവാക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടി ഒന്നാക്കിയാൽ പോരെ, എനിക്ക് വേറെ ഒരെണ്ണം വാങ്ങിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാവാം എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ചെറിയൊരു വിഷമത്തിലാണ് ഞാൻ. അപ്പോൾ ഞാനത് സനെ അറിയിച്ചതാണ്. ഇന്നലെ ഞാൻ കണ്ടു എനിക്ക് മെസ്സേജ് ചെയ്ത്. ഞാനപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചു, എന്ത് ചെയ്യാം സനോട് എന്ത് പറയും. നമ്മുടെ എന്താ പറയുക, പരിപാടി വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു നല്ലൊരു സത്പ്രവൃത്തി, അതിലോട്ടുള്ളൊരു അതിയ എന്നുള്ള രൂപമാണ് ഞാൻ കരുതിയത്. പിന്നെ മാത്രമല്ല ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്താ ചെയ്യാം, കേട്ടിട്ട് മറുപടി ഇതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാ റാഹത്തല്ലേ? ഈ മെസ്സേജ് ഓരെ കേൾപ്പിക്കണ്ട, ഇങ്ങൾക്ക് അയക്കുക. ഓരോടത്തിന് ചോദിക്കണ്ട, ഓരോ പൈസ നമുക്ക് വാങ്ങണ്ട. പിന്നെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട എന്താ അറിയോ, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരു കുട്ടിയെ തന്നു. ആ കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ നമ്മൾ എത്ര പൈസയും ചിലവഴിക്കില്ലേ? അല്ലെ, നമ്മൾ കല്യാണം കഴിച്ച് 1 മാസം 2 മാസം കഴിഞ്ഞ് നമുക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്ക് ഇന്നിപ്പോൾ ഒരു 10 വയസ്സോ 5 വയസ്സോ ഉണ്ടെങ്കിൽ നമ്മൾ എത്രയോ പൈസ സ്കൂൾ ഫീസായിട്ടും മറ്റു കാര്യത്തിനും നമ്മൾ ചിലവഴിക്കും. നമുക്കൊരു മടി ഉണ്ടാവില്ലല്ലോ. ശരിയല്ല ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വിഷയം പറഞ്ഞത്, അത് നമുക്ക് ആഖിറത്തിൽ കൂലി കിട്ടുന്ന വലിയൊരു വിഷയമാണ്. കാരണം അതിന് മാത്രം ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട ഞാൻ നിങ്ങളുടെ പ്രതീക്ഷയിൽ നിൽക്കായിരുന്നു. ആ അനുഭവങ്ങൾ എത്താൻ വേണ്ടി നമ്മൾ യാത്ര ചെയ്യുന്നു. എത്ര പൈസ, ഇപ്പോൾ ഞാൻ ബീഹാറിൽ പോയത് ഏകദേശം 1 ലക്ഷം രൂപ ചോടെ വന്നു. കാരണം നമ്മുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ്. കാരണം അത് ആ ചരിത്രം നമുക്ക് കിട്ടണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഭാഗവാക്കാകാൻ നാളെ നമ്മൾ ഇതിനു വേണ്ടി ചിലവഴിച്ചത് ഒരിക്കലും നമുക്ക് പാഴാവില്ല. വേറെ ഏത് വിഷയത്തിൽ നമ്മൾ ചിലവഴിച്ച പൈസയാണെങ്കിലും നമുക്കത് പാഴാവും, മറ്റു കാര്യങ്ങൾക്കൊക്കെ, മറ്റു വിഷയങ്ങൾക്കൊക്കെ. പക്ഷേ ഇത് ഒരിക്കലും നമുക്ക് പാഴാവില്ല. ആഖിറത്തിൽ വലിയ കൂലി കിട്ടും. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുനയുടെ ബർക്കത്ത് കൊണ്ട്, അവിടുത്തെ 100 കൊണ്ട് നിങ്ങൾക്ക് മക്കളുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞാൻ നിങ്ങൾക്ക് വാക്ക് പറയും, ശൈഖുനയുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് ഉറപ്പാണ്. 18 കൊല്ലം മക്കളില്ലാതിരുന്ന ഒരാൾ, കാസർഗോഡുകാരനാണ്. എൻ്റെ കൂടെ ഉംറക്ക് വരുമ്പോൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു ശൈഖുനയുടെ വിഷയത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യം. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ അയാളെ കണ്ടു. ഉസ്താദ് എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരുപാട് ആളുകളെ ഉംറക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പം ഉംറക്ക് വന്ന ആളാണ്, കാസർഗോഡുള്ള ആൾ, എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് ബസ്സിൽ വെച്ച് എനിക്ക് മദീനത്തേക്കോ പോണ സമയത്ത് ബസ്സിൽ വെച്ച് ഇന്നയാൾ ചെല്ലാൻ പറഞ്ഞു ഞാൻ ഷെയ്ഖുന മടവൂർ ഷെയ്ഖുനയുടെ പേരിൽ എനിക്ക് കുട്ടിയായി, ആൺകുട്ടിയാണ് എന്നൊക്കെ സന്തോഷം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് തന്നെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ ഏറ്റെടുത്ത ഈ വിഷയം നിങ്ങൾ പൂർത്തീകരിക്കണം. നിങ്ങൾക്ക് അള്ളാഹു മക്കളെ തരും. ഷെയ്ഖുനയുടെ ബർക്കത്ത് കൊണ്ട് മക്കളെ കിട്ടും. 99-ാമത്തെ വയസ്സിൽ ഇസ്മായിൽ നബിയെ കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇസ്മായിൽ നബിയെ കൊടുത്ത അള്ളാഹിൻ്റെ പ്രവാചകനായിട്ട് ആ റബ്ബ് നിങ്ങൾക്ക് മക്കളെ തരും ഇൻഷാ അല്ലാഹ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് അയച്ച വോയിസ് നിങ്ങൾ കേട്ടാൽ മതി, വേറെ ആർക്കും ഫോർവേഡ് ചെയ്യണ്ട. ഞാൻ മറ്റേ ആളുടെ ഒട്ടും പറയണ്ട ഈ വിഷയം. ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്തു തരും. ഞാൻ ഈ ഒരേ ദിവസം എണ്ണി കഴിയാണ്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ പോയപ്പോൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് പോകണം. ഒരു ദിവസം 500 റുപ്യ, ഒരു ലൈറ്റിന് 2 ലൈറ്റിന് 1000 രൂപ വെച്ച് വാടകയ്ക്ക് എടുത്തിട്ടായി പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ എടുക്കാൻ. പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും കടം മേടിച്ചിട്ട് ഇന്ന് പോകാൻ വീഡിയോ എടുക്കാൻ ഡ്രൈവറിനെ നമുക്കൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷേ എണ്ണ അടിക്കാൻ പൈസ ഇല്ലാണ്ട് പോയില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ സാഹചര്യം വരലുമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പിന്നെ ലൈറ്റൊക്കെ വാടകയ്ക്ക് എടുക്കാനും പൈസ ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തക്കാർക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ എത്രയും പൈസ മുടക്കൂലേ? അതിന് നമുക്കൊരു മടിയില്ലല്ലോ. അള്ളാഹു നമുക്ക് തരും എന്നുള്ളൊരു ഉറപ്പ് വേണം ഇൻഷാ അല്ലാഹ്. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. അല്ല ഇനി ആ ചങ്ങായിയുടെ പൈസ ചോദിക്കണ്ട കേട്ടോ. ഉസ്താദ് ഇപ്പോൾ ഒന്ന് ചാർജ് ആയി കിട്ടി. ഞാനൊന്ന് ഓഫിൽ ഇരുന്നിരുന്നതാണ്. ഞാനൊരു ഡൗൺ ആയിട്ട് ഇരുന്നിരുന്നതാണ്. ആകെ വിഷമത്തിൽ ഇപ്പോൾ ഒരു ചാർജ് ആയി കിട്ടി. ഉസ്താദ് ഇപ്പോൾ
ഉസ്താദിൻ്റെ വോയിസ് കേട്ടപ്പോൾ ഇതാണ് ഭയങ്കര മോട്ടിവേഷൻ, ഇതാണ് വേണ്ടത്. അപ്പോൾ ഞാനത് തന്നെ ആലോചിച്ചത്. കാരണം ഒരാളങ്ങനെ പിന്തിരിഞ്ഞു എന്ന് കരുതി ഈ ഒരു സംരംഭത്തിൽ നിന്ന് പിന്മാറാൻ എനിക്ക് അങ്ങനെ താല്പര്യം തോന്നുന്നില്ല. ഒരു പ്രൊമോഷൻ ഒരു ഉഷാർ വരണമായിരിക്കും. ഇൻഷാ അല്ലാഹ്. പക്ഷേ ഉസ്താദേ, ഞാൻ ചിന്തിച്ചെന്താണെന്നറിയാം, ഞാൻ ഉസ്താദ് പറഞ്ഞു തന്ന അതേ സെയിം ചികിത്സയും കാര്യങ്ങളും അത് ചെല്ലാനുള്ളതും എല്ലാം CMOയുടെ പേരിലുള്ളതും എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത സെയിം സംഭവം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്ന നിർദ്ദേശം നമുക്ക്. അപ്പോൾ അതെല്ലാം കേട്ട് അതൊക്കെ ആ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നത്. അപ്പോഴാണ് ഞാൻ ഡൗൺ ആയത്. കാരണം അന്ന് ഞാൻ തന്നെയാണ് വിചാരിച്ചത് ഫസ്റ്റ്. പിന്നെ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് നീ ഞാനെന്ന് പറഞ്ഞത്. അപ്പോൾ അവന് ഒരു എന്താ പറയുക, ഒരു പകുതി എന്നുള്ള രൂപത്തിൽ എന്ന് വെച്ചാൽ പകുതി മനസ്സിൽ നിൽക്കുമായിരുന്നു, നോക്കാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഇന്നലെ മിനിയാന്ന് വന്ന മെസ്സേജിൽ അങ്ങനെ അല്ലായിരുന്നു. ചോദ്യങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പല ചോദ്യങ്ങളാണ്. ഞാൻ ഇങ്ങനെ ഉസ്താദിനോട് പറയാം, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാനും ഡൗണായി. ഇൻഷാ അല്ലാഹ് ഹൈറാവും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ്. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ 4 കൊല്ലമായി മടവൂർ കാഫിലുമായിട്ട് യാത്ര ചെയ്യുന്നത്. 4 കൊല്ലമായിട്ട് എനിക്ക് ജോലിയില്ല. 4 കൊല്ലമായി എനിക്ക് ജോലിയില്ല. എന്നിട്ട് എനിക്കാണെങ്കിൽ 4 മക്കളുണ്ട്. ഒരു മോൻ ദർസിൽ പഠിക്കുന്നു, 2 മക്കൾ സ്കൂളിൽ പഠിക്കുന്നു, ഒരു ചെറിയ കുട്ടി. 4 മക്കളുണ്ട്. ഞാൻ 8 രൂപ വാടക കൊടുക്കണം വീടിൻ്റെ. ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയപ്പം എൻ്റെ അക്കൗണ്ടിൽ 4 ലക്ഷം രൂപ. അങ്ങനെ ഏകദേശം 1 കൊല്ലം കൊണ്ട്, അതായത് ഈ ആണ്ടിന് വീട് വെക്കാൻ തുടങ്ങി പിറ്റേ ആണ്ടായ ഷവ്വാലിൽ ഞാൻ വീടിൻ്റെ കയറി താമസിക്കലും ഉറൂസ് നടത്തി 57 ലക്ഷം രൂപയുടെ വീട് മടവൂർ ശൈഖുന എനിക്ക് തന്നതാ. ഞാൻ 8 രൂപ വാടക കൊടുക്കണം വീടിൻ്റെ. പക്ഷേ എനിക്കറിയില്ല എങ്ങനെയാണ് നടന്നു പോണേന്ന്. പിന്നെ വീട്ടിലെ ചിലവ്, ഉമ്മ ആശുപത്രിയിലാണ്, ഉപ്പക്ക് മരുന്ന് വേണം. പക്ഷെ എൻ്റെ ചിലവ് എങ്ങനെയാണ് നടന്നു പോകണമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ കൂടെ ഉള്ളവർക്ക് ചിലപ്പോൾ ചില സമയത്ത് മടവൂർ കാഫില അവർക്ക് എൻ്റെ അത്രയും ആവേശം ഉണ്ടാവണമെന്നില്ല. സാധാരണക്കാരായ ചെറുപ്പക്കാർ പിള്ളേരാണ്. പക്ഷെ അവരെ ഞാൻ മേക്കപ്പ് ചെയ്ത് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഇന്നും അൽഹംദുലില്ലാ മടവൂർ കാഫില ഒരു കുഴപ്പമില്ലാണ്ട് പോകുന്നില്ല. അത് എന്നെ നോക്കുന്നത് ഷെയ്ഖുനാണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിനൊരു തൗഫീക്ക് കിട്ടി, ഇത് വാങ്ങിത്തരാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു. ഇപ്പം നിങ്ങളല്ല എങ്കിൽ എനിക്ക് വേറൊരാളുടെ അടുത്ത് പറയാൻ, ആ സമയത്ത് വേറൊരാളെ എനിക്ക് അള്ളാഹു തരും. കാരണം ഇത്രയൊക്കെ ആയില്ലേ. നമുക്ക് വണ്ടിയില്ലായിരുന്നു, മടവൂർ കാഫിലൊക്കെ വണ്ടിയില്ലായിരുന്നു. ഞാൻ റെൻറ്റിന് വണ്ടി എടുത്തിട്ടും കടം വാങ്ങിയിട്ടും അതുപോലെ തന്നെ ട്രെയിൻ കയറിയിട്ടും ബസ് കയറിയിട്ടൊക്കെ യാത്ര ചെയ്ത സമയമുണ്ട്. ഈ ഷെയ്ഖുനയുടെ ചരിത്രം പിടിക്കാൻ വേണ്ടി യാത്ര ചെയ്ത സമയമുണ്ട്. ആ സമയത്ത് ഞാൻ മടവൂർ പോയിട്ട് ഷെയ്ഖുനയുടെ ഉമ്മ അടുത്ത് പറഞ്ഞ് സിയാറത്ത് ചെയ്തിട്ട്, ഉമ്മ ഞങ്ങൾക്ക് വണ്ടി വേണം ഷെയ്ഖുനയുടെ ചരിത്രം പ്രചരിപ്പിക്കാൻ പോകാൻ നമുക്ക് വണ്ടി വേണം. ഇവിടുന്ന് ഷെയ്ഖുന അടുത്ത് പറഞ്ഞിട്ട് വണ്ടി പാസ്സാക്കി തരണമെന്ന് ഞാനും ഷെയ്ഖുന അടുത്ത് പോയി പറഞ്ഞു. ഷെയ്ഖുനയുടെ ഉമ്മ അടുത്ത് പറഞ്ഞു, വിഷമം പറഞ്ഞു. കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞ എൻ്റെ ഓർമ്മ ശരിയാണ്, 2-3 മാസത്തിൻ്റെ ഉള്ളിൽ വൈകുന്നേരം 4 മണിയായപ്പോൾ എനിക്കൊരു കോൾ വരും. നസർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇന്ന ആചാരാണ്, എന്താ വർത്താനം, റാഹത്തല്ലേ, സുഖമല്ല, നിങ്ങളുടെ പരിപാടി കാണാറുണ്ട്, നല്ല ഉഷാറാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ്. ഷെയ്ഖുന നിങ്ങൾക്ക് വണ്ടി വാങ്ങിത്തരാൻ എന്നെ ഏൽപ്പിച്ചിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഓർത്ത് കളിയാക്കും. ഞാൻ ഏത് വണ്ടിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി മതി. സെക്കൻഡ് ഹാൻഡ് വണ്ടി വല്ല കാഫർ ഓടിച്ചതാവും, അതുകൊണ്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് ഒന്നും പറ്റത്തില്ല, നല്ല ഫ്രഷ് വണ്ടി തന്നെ വേണം. ഏതാ വേണ്ട, ഇന്നോവയോ ഓഡിയോ ബെൻസോ എന്താ വേണ്ട? ഞാൻ പറഞ്ഞു, അല്ല നമുക്ക് അങ്ങനത്തെ ഒന്നും വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിനൊന്നും നല്ലൊരു വണ്ടി വാങ്ങി തന്നാൽ മതി. നമുക്ക് ഈ 7 സീറ്റ് അങ്ങനെ എനിക്ക് HCV വണ്ടി 6666 നമ്പർ. ഷോറൂമിൽ ചെന്നപ്പം അവരില്ല. ഞാൻ ഷോറൂമിൽ ചെന്നപ്പോൾ ഷോറൂമുകാർ താക്കോല് വന്നപ്പോൾ ഞാൻ വിളിച്ച്, നിങ്ങളവിടെ ഹാജിയാരെന്ന് വെച്ചാൽ പറഞ്ഞു, ഞാൻ വരേണ്ട ആവശ്യമില്ലല്ലോ, ഷെയ്ഖുന തന്ന വണ്ടിയല്ല, നിങ്ങളവിടെ നിന്ന് താക്കോല് മേടിച്ചോളി, പൊയ്ക്കോളി എന്ന് പറഞ്ഞ്. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്കിതിനൊരു അവസരം കിട്ടിയതാണ്. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ ക്ലാസ് തരാനൊന്നും ആളല്ല, ഞാനുള്ളത് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞതാണ്. കാരണം നമുക്ക് ഒരവസരം, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഉപയോഗിക്കുന്ന അനുസരിച്ച് അതിൻ്റെ കൂലി, അതിൻ്റെ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഞാൻ മെസ്സേജ് കേട്ട് അതങ്ങനെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഹൈറിനെ തടയുന്ന ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് അവരുടെ മുന്നിൽ സന്തോഷിക്കാൻ വകുപ്പ് തരും. ആ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് മടവൂർ ശൈഖുന നിങ്ങളുടെ ഇഖ്ലാസുള്ള മനസ്സാണെങ്കിൽ ഈ വിഷയത്തിൽ ഞാൻ പറയുന്ന മരുവിൻ്റെ സമയത്ത് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം ശൈഖുന അതിന് വക തരും. ഇൻഷാ അല്ലാഹ് ഉറക്കാൻ കുളിർമയുള്ള സന്തോഷം നിങ്ങൾക്ക് അള്ളാഹു തരും. ഇൻഷാ അല്ലാഹ് റൂഹിനെയും കണ്ണിനെയും കുളിർമയാക്കുന്ന സന്തോഷം ശൈഖുന തരും. ഉറപ്പാണ്, ആരെയും പൊട്ടാക്കത്തില്ല. അവിടെ ആ ദർബാറിലേക്ക് കൈ ഉയർത്തുന്നവരാരെയും കൈ മടക്കി അയക്കില്ല എൻ്റെ ഷെയ്ഖുന ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് ഉസ്താദേ, സുഖമല്ലേ? ഉസ്താദേ ദുബായിലെത്തിയല്ലേ? എങ്ങനെയാണ് ഹൈറല്ലേ കാര്യങ്ങൾ?
അറിയിക്ക് അപ്ഡേഷൻ. ഒരാളെക്കാണ് വീഡിയോ പിടിക്കാൻ വേണ്ടി. അപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്താണ്. നമ്മൾ കാഫിയുടെ ഒരു പരിപാടിയായിട്ട് വന്നത് ഒരാളെക്കാണ് വീഡിയോ പിടിക്കാൻ വേണ്ടി. നമ്മുടെ ലൈറ്റിൻ്റെ കാര്യം എന്തായി? നിങ്ങളെ പ്രതീക്ഷ നിൽക്കുകയാണ്. ആ ഓക്കെ ഹൈറാവട്ടെ. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. അല്ല അത് എപ്പോഴത്തേക്ക് ഒന്ന് സെറ്റപ്പ് എടുത്തോന്ന് പറയാമോ? കാരണം എപ്പോഴത്തേക്ക് കിട്ടുമെന്ന്. കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് പ്രതീക്ഷിക്കാണ്. വീഡിയോ എടുക്കാൻ പോകണമെങ്കിൽ ഭയങ്കര അത്യാവശ്യം. ഇപ്പോൾ വാടക എപ്പോഴും ഇങ്ങനെ വാടക എടുക്കാൻ പറ്റൂലല്ലോ. പോയിട്ട് വാടക കൊടുക്കാൻ തന്നെ ഇപ്പോൾ വലിയ പൈസ ആവുന്നുണ്ട്. ആ ആയിക്കോട്ടെ. ഞാനത് പറഞ്ഞില്ലേ, ഒരു കാരണം ഡിസംബറിലാണ് ആളെത്തുന്നത്. ഒന്ന് മാറി വെച്ചാൽ ഡിലീറ്റ് ആക്കളെ. ഹലോ അസ്സലാമു അലൈക്കും. സാർ എന്തൊക്കെയാണ് വിശേഷം? കുറേ നാളായിട്ട് തിരക്കും പിന്നെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് വിട്ടെന്നാൽ ലിങ്കിൽ രണ്ടെണ്ണമൊക്കെ കണ്ടു. പിന്നെ എന്താ പറയുക, പിന്നെ കുഴപ്പമൊന്നുമില്ല. ജോലിയുടെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമായിട്ടിരിക്കുന്നത് ഞാനിപ്പോൾ. എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫൈനും കാര്യങ്ങളുണ്ട്, ട്രാഫിക് ഫൈൻ. അത് നാട്ടിൽ 1 ലക്ഷം രൂപകളുണ്ട്. അത് ഇനിയിപ്പോൾ വിസ തീരാൻ നേരമായി. അടുത്ത മാസം ജനുവരിയിൽ എൻ്റെ വിസ തീരും. ആ സമയത്ത് മാറ്റിയെടുക്കണമെങ്കിൽ ഇത് കൂടെ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ ജോലി ഇവിടെ ഈ ഒരു കമ്പനിയിൽ ഇനി തുടരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് HR എനിക്ക് മെയിൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്വദേശവൽക്കരണം തന്നെയാണ് കാരണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇവിടെ അടുത്ത് തുടങ്ങി. ഞാൻ പ്രതിസന്ധിയിലാണ്. മാത്രമല്ല എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മറ്റേ ഇപ്പോൾ വൈഫ് റൂമിലെപ്പോഴും അങ്ങനെ ഞാൻ ജോലിക്ക് വന്നാൽ പിന്നെ ഫ്രീ ആണല്ലോ. അപ്പോൾ ഓരോ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടും ഇങ്ങനെ ഇരിക്കണം. അതിനിടയിലാണ് നമ്മുടെ എന്താ പറയുക ആറ്റക്കോയത്തങ്ങളുടെ ക്ലാസ്സിലാണ് ഇപ്പോൾ വൈഫ് കൂടുതൽ ഇരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വൈഫിൻ്റെ ഒരു അഭിപ്രായം, പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും എമൗണ്ട് മുടക്കി ഒരെണ്ണം വാങ്ങിച്ചെങ്കിലും അടുത്ത് വാങ്ങിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ വൈഫ് പറയുന്നത് എന്നാൽ പിന്നെ ആ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് അങ്ങനെ നോക്കിയാൽ പോരെ എന്നൊക്കെയാണ് പറയുന്നത്. അതിലുള്ള പലരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് ആണെങ്കിലോ ഇനി അടുത്തൊരെണ്ണം വാങ്ങിക്കാനുള്ള ഒരു ഫണ്ടും റെഡി ആയിട്ടില്ല. ഇപ്പോൾ ഈ ഫൈനും കാര്യങ്ങൾ അടക്കം വേണം. കുറച്ച് ഒരു പ്രതിസന്ധിയിലാണ്. എന്താണ് ചെയ്യണം, ഏതാ ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തായാലും സാർ പറഞ്ഞ ചികിത്സയിൽ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. എന്തായാലും വിസ കേട്ടിട്ട് എപ്പോഴും തരണേ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ആദ്യം നമുക്ക് ഒന്നിലൊരു വിശ്വാസം വേണം. ആദ്യം ഒന്നിൽ ഉറച്ചിരിക്കണം. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞൊരു ഇതുണ്ടല്ലോ, വാക്തത്വം ഉണ്ടല്ലോ, അതിൽ മുറുകെ പിടിക്കണം. പല പരീക്ഷണങ്ങളും വരും. അതങ്ങോട്ടാക്കിയാലോ, അതിങ്ങോട്ടാക്കിയാലോ, അല്ല അതങ്ങനെ ചെയ്താലോ, അതിങ്ങനെ ചെയ്താലോ. അത് ഇബ്ലീസ് പല കോലത്തിൽ നമ്മളെ ചെയ്യിപ്പിക്കും. അതങ്ങനെ ചെയ്താൽ മതി, അതിങ്ങനെ ചെയ്താൽ മതി, അതങ്ങനെയാവും, അതിങ്ങനെയാവും. എനിക്ക് നിങ്ങൾ പോകുന്നത് തന്നില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു കലാക്കിയവരിൽ നിന്ന് എനിക്ക് കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മടവൂർക്കാഫില 4 കൊല്ലമായില്ലേ. നമ്മുടെ അള്ളാഹു തൗഫീഖ് ഷെയ്ഖുനാനെ മഹബത്ത് വെക്കുന്നവരാണ് മേടിച്ചു തന്നുള്ള 2.5 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ്. നമ്മൾ വിചാരിക്കാത്ത വഴി കൂടെ നമ്മൾ ആഗ്രഹിച്ചുള്ളൂ. ഷെയ്ഖുന വാങ്ങി തന്നു. മടവൂർ ഷെയ്ഖുന വാങ്ങിപ്പിച്ചു തന്നവരെ ഡോക്ടറിനെ കൊണ്ട് അബുദാബിയിലുള്ള. ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല, ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് ലാപ്ടോപ്പ് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ലാപ്ടോപ്പ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയത് എപ്പോഴും കംപ്ലൈൻറ്റാണ്. ആ സമയത്ത് ഡോക്ടർ എനിക്ക് മെസ്സേജ് അയച്ചു തരണം, ഉസ്താദേ നിങ്ങളുടെ ചാനലിലേക്ക് ഒരു മടവൂർക്കാഫിലൊക്കെ ഒരു ലാപ്ടോപ്പ് എനിക്ക് കൂലി ഇട്ടാൽ എപ്പോഴും നിങ്ങളത് എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമല്ലോ, അതുകൊണ്ട് അത് ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞു. 2.5 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് വാങ്ങി തന്നിന്ന്. അതുപോലെ ക്യാമറ ലെൻസിന് തന്നെ ഏകദേശം 2.75 ഞങ്ങളുടെ ലെൻസ് തന്നെ. പിന്നെ ബോഡി 1.60 ക്യാനോൻ്റെ. അങ്ങനെ ഇതൊക്കെ നമുക്ക് ഷെയ്ഖുനാനെ മഹബത്ത് വെക്കുന്നവരാണ് വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ആവശ്യപ്പെട്ടതാണ്, നിങ്ങൾക്കൊരു കൂലി കിട്ടും, മനസ്സിലായേ? ഒന്നുമില്ലെങ്കിലും നൂറാണല്ലോ, പ്രകാശമാണല്ലോ. ആ പ്രകാശം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് CM വലിയുള്ളവരുടെ പേരിൽ തന്നാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ടവർ നോക്കാണ്ടിരിക്കില്ലല്ലോ. ഇപ്പം നമ്മുടെ എത്ര കടവാണെങ്കിലും എത്ര ഇതാണെങ്കിലും നമ്മൾ വീടൂലേ. റബ്ബുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലോ ഇത്. അതായത് അള്ളാഹുൻ്റെ ഔലിയാക്കൾ, അള്ളാഹുവിൻ്റെ ആളുകളാണല്ലോ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവരുടെ വിഷയം നമ്മൾ പറഞ്ഞു, നിങ്ങളൊക്കെ പറഞ്ഞു, പിന്നെ അത് നമ്മൾ മാറ്റുന്നു. ഇത് റബ്ബുമായിട്ട് വിഷയം, പടപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് മറ്റ് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞത്, മനസ്സിലായില്ലേ? എനിക്കിപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. തങ്ങളൊന്നും ഞാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി, ഇനി തന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. റബ്ബിൻ്റെ കഥ ഇത്രയും നേരം നമ്മൾ കാത്തിരുന്ന് വേറെ ആരുടെ ചോദിച്ചില്ല. നമുക്ക് ഇവരുടെ അടുത്ത് തന്നെ ചോദിച്ചാൽ അല്ലെങ്കിൽ ആരുടെ അടുത്തും ചോദിച്ചാൽ കിട്ടും. ഞാൻ നിങ്ങളത് ഏറ്റത് കൊണ്ട് പിന്നെ ആരുടെ അടുത്തും ഞാൻ ചോദിച്ചില്ല. ഇൻഷാ അല്ലാഹ് എന്തായാലും നിങ്ങൾ കാട്ടിക്കോളി. സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷമിക്കല്ലേ. ഞാനും വിഷമത്തിലാണ്. ആ വിഷമം അങ്ങോട്ട് പങ്കുവെച്ചെന്നുള്ളൂ. പക്ഷേ അതെല്ലാം ശരിയാവും. വൈഫിനെ ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ. അതിന് ഞാൻ ഒരിക്കൽ 1-2 വട്ടം പറഞ്ഞപ്പോൾ അതിൽ ആ ക്ലാസ്സിൽ പുള്ളി ഏറെക്കുറെ എല്ലാ സമയം ആ ക്ലാസ്സിലാണ്. അപ്പോൾ നല്ല ഫലമുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആത്മീയ ചികിത്സയാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അതിലോരോ അനുഭവങ്ങൾ ഓരോരുത്തർ പറയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത്രയും ഒഴിവ് സമയം കിട്ടുമ്പോൾ ആ ക്ലാസ്സിൽ പങ്കെടുത്താൽ പോരെ എന്നൊക്കെയെന്ന് വെച്ചാൽ ഇത്രയും കൊണ്ട് വേണം എൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് ശരിയാവുമല്ല. വിഷമമൊന്നുമില്ല. നിങ്ങളുടെ അവസ്ഥ കേട്ടപ്പോൾ പ്രയാസമായി. ഞാൻ ഇന്ന് രാത്രി മടവൂർ പോകുന്നുണ്ട്. ഞാൻ പോകുന്ന രാത്രി 12 മണി 1 മണി സമയത്താണ് മടവൂർ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകം ഞാൻ ദുആ ചെയ്യും. ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഞാൻ ദുആ ഇറക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളിനി തന്നില്ലെങ്കിലും ഒരു പ്രയാസവും ഇല്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാഹു റാഹത്താക്കട്ടെ. പിന്നെ ഞാൻ നേരത്തെ അറിയിച്ചിരുന്ന ഞങ്ങൾ വേറെ നോക്കിയാണ്. പിന്നെ ഇപ്പോൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മളിങ്ങനെ പോകുന്ന വാടക തന്നെ എടുക്കാൻ ഇപ്പോൾ പൈസ ഇല്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ അവസ്ഥ. ഓക്കെ ഞാൻ കേട്ട് നിങ്ങളുടെ മെസ്സേജ് ഫുള്ള് ഇപ്പോഴാണ് കേൾക്കുന്നത്.
ഏതായാലും നമ്മളൊരു വാക്തത്വം പറഞ്ഞാണല്ലോ, അത് നിങ്ങൾ ഏറ്റെടുത്തതാണല്ലോ. പ്രത്യേകിച്ച് നിങ്ങൾ അതിനുവേണ്ടി ഞാൻ 2 മാസത്തോളമായി ഞാൻ വാടകയ്ക്ക് സാധനം എടുക്കുന്നത്. 2 മാസത്തോളമായി വാടകയ്ക്ക് ഒരു ദിവസത്തേക്ക് 800 റുപ്യ വെച്ച് 2 ലൈറ്റ് വാടകയ്ക്ക് എടുക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ആരെങ്കിലും കൊണ്ട് മേടിപ്പിച്ചാൽ മതി. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അതുകൊണ്ട് റാഹത്തുണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങൾ സന്തോഷം ആ 100 നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഒരുപാടായി കാത്തിരിക്കുന്നു, ഈ മാസം കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് നമുക്ക്. പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ തരാൻ പറ്റുമെങ്കിൽ ഓക്കെ അറിയിക്കും, ഇല്ലെങ്കിൽ അതനുസരിച്ച് അറിയിക്കും. വല്ലാത്ത സന്തോഷമാണ്. എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഡോക്ടർമാരെ കാണിച്ചു, മക്കളില്ലാത്തതിന്റെ പേരിൽ ട്രീറ്റ്മെന്റ് ചെയ്തു, മക്കളാകുന്നില്ല. ആളുകളെ പറഞ്ഞു സലാത്തുൽ ഫാത്തിഹിന്റെ മജ്‌ലിസിൽ പങ്കെടുത്താൽ ഖൈറാകുമെന്ന്. അങ്ങനെ ഞാൻ ഈ മജ്‌ലിസ് കാണാൻ തുടങ്ങി. അത് മാത്രമല്ല, മേലെ കുറക്കാട് നടക്കുന്ന 10,000 പങ്കെടുക്കുന്ന 11 മജ്‌ലിസിൽ പങ്കെടുക്കാൻ നിയത്ത് വെച്ചു. അൽഹംദുലില്ലാഹ്, ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോ എൻ്റെ പൊന്നുമോളെ ഗർഭിണിയാണ്. ഉള്ളപ്പോൾ മജ്‌ലിസിൽ പങ്കെടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എനിക്കൊരു വീഡിയോ സെൻഡാക്കി തന്നത്. ഒന്നല്ല 2-3 ഉണ്ടായി, അതിലൊരെണ്ണം. ഞാൻ ചോദിക്കുന്നത് ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ, നല്ല കാര്യം. ഞാൻ എന്തിനും കുറ്റം പറയുന്നില്ല, അതെന്തെങ്കിലും ആവട്ടെ, എല്ലാം നല്ലത് തന്നെ. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇല്ലേ? ഈ മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞതല്ലേ, അപ്പം അത് നടക്കുമോ? ഇനി നമ്മളത് പ്രതീക്ഷിക്കണോ വേണ്ടേ? എന്താ ചെയ്യേണ്ടത്? അത്ര അറിഞ്ഞാൽ മതി. അല്ല ഉസ്താദ്, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരെണ്ണം ഉണ്ട്. പറഞ്ഞു തരുന്നതിന് മെസ്സേജ് കട്ടായി. പിന്നെ എനിക്കറിയാം, അറ്റക്കോഴ തങ്ങളാണെന്ന് തോന്നുന്നല്ലേ. നേരി കണ്ടിട്ടില്ല, അങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ട്. പിന്നെ ആയിക്കോട്ടെ, എല്ലാം നല്ല മജ്‌ലിസിലും പങ്കെടുത്തോട്ടെ ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. എന്തായാലും നിങ്ങളൊന്ന് അറിയിക്കേ. നിങ്ങൾ വിഷമിക്കേണ്ട, സലാമത്താവും. നിങ്ങളുടെ ജോലിയൊന്നും പോവില്ല, ജോലിയൊന്നും നഷ്ടപ്പെടില്ല ഇൻഷാ അല്ലാഹ്. മഹാന്മാരുടെ വർക്കത്തുകൊണ്ട് ജോലിയൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും, പെട്ടെന്നൊന്നും നഷ്ടപ്പെടില്ല. എന്തൊക്കെയാണ് സുഖമായിട്ടിരിക്കുന്ന? പിന്നെ ഉസ്താദ്, എനിക്ക് കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ 2-3 ദിവസമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയാൻ പറ്റിയില്ല. നിങ്ങൾ അവസരം ഇങ്ങനെ സൈലൻറ്റ് ഇതിൽ നിന്നിട്ട് വേണമല്ലോ നമുക്ക് വോയിസ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മൈൻഡ് ഫ്രഷ് ആയിട്ട്. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ പറഞ്ഞ കാര്യമില്ലേ, അത് വൈഫ് ഇപ്പോൾ പറയുന്നത് അവൾ നമ്മുടെ ഫാത്തിഹയുടെ മജ്‌ലിസ് നമ്മുടെ ആറ്റുകാൽ തങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇരിക്കാം തുടർച്ചയായിട്ട്, അതാണ് നല്ലത്. അപ്പോൾ അവരും നോക്കുമല്ലോ സംഭവം, നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരും സാമ്പത്തികമായിട്ടുള്ള ഭദ്രത അവർ നോക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് വാങ്ങിച്ചൊരു ലൈറ്റ് അതിന് തിരിച്ച് നിങ്ങൾ കൊടുത്തേക്ക് എന്നൊക്കെയാണ് അഭിപ്രായം. അപ്പോൾ അതിൽ തന്നെ ഇരിക്കാൻ തുടരാമെന്നാണ്, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച എനിക്കിപ്പോൾ ഫ്രീ ആവുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. എന്തായാലും ഉസ്താദ് കേട്ടിട്ട് അഭിപ്രായം പറ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പിന്നെ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പറഞ്ഞത് വാങ്ങിച്ച ലൈറ്റ് ആർക്ക് തിരിച്ചു, കടക്കാർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാനാ വെള്ളിയാഴ്ച? എന്താ നിങ്ങൾ പറഞ്ഞത്? എനിക്ക് മനസ്സിലായിട്ടില്ല. മേടിച്ച ലൈറ്റ് കടക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല, തെളിച്ച് പറയും. മജ്‌ലിസിലിരിക്കുക, അപ്പോൾ ആ ലൈറ്റ് കടക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കുക, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? എനിക്ക് മനസ്സിലായിട്ടില്ല. ഉസ്താദ്, അത് തന്നെ ഞാൻ വൈഫ് പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ ആ ഒരു ആറ്റക്കോയ തങ്ങളുടെ മജ്‌ലിസിൽ ഇരിക്കാനാണ് പുള്ളി. ഇപ്പോൾ ഇത് കുറച്ചായി പുള്ളി ഇരുത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ മജ്‌ലിസിലാണ് ആൾ. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ഇത്രയും ഇത് ചെയ്തതല്ലാതെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക്, ഇതിൽ തുടരാമെന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ഉസ്താദിനെ അറിയിച്ചത്. നിങ്ങളിഷ്ടം പോലെ ചെയ്തോളി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏകദേശം ഞാനിപ്പോൾ ഒരു 2.5-3 മാസമായിട്ട് നിങ്ങൾ ലൈറ്റ് തരുമെന്നുള്ള നിലക്ക് വേറെ ആരുടെടുത്തും അതും പറഞ്ഞില്ല, അത് മേടിച്ചില്ല. ലൈറ്റില്ല, വാടകയ്ക്ക് എടുത്തിട്ടും. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്, അവരുടെ ലൈറ്റ് ഈ മറ്റേ കല്യാണ വീട്ടിലേക്കും അതുപോലെ മറ്റേ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നൊരു ആളുണ്ട്. അയാൾക്ക് വർക്കില്ലാത്തപ്പം അവരെ ലൈറ്റ് കടം വാങ്ങിയിട്ടും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വർക്കുള്ളപ്പോൾ വാടക എടുത്തിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ 2 മാസം 2.5 മാസം 3 മാസം എടുത്താലും തോന്നുന്നു. 2 മാസം എന്തായാലും ആയി നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ തരുന്നുള്ള രീതിയിൽ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് തരാൻ സൗകര്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ്. മാസലാമ, നോ പ്രോബ്ലം. നമ്മളൊരു വാക്തത്വം പറഞ്ഞാൽ ഒരു വാക്തത്വമായിരുന്നല്ലോ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തരാം എന്ന് ഏറ്റെടുത്തൊരു വാക്തത്വമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ വേറെ മേടിക്കാമെന്ന് കാത്തിരുന്നത്. പിന്നെ അത് ഇല്ലയെന്ന് പറയുമ്പോൾ നമുക്ക് നിർബന്ധിക്കാനൊന്നും കഴിയില്ലല്ലോ ഇൻഷാ അല്ലാഹ്. അല്ല ഉസ്താദ്, അങ്ങനെ നിർബന്ധത്തിൻ്റെ അല്ല. ഞാൻ പറഞ്ഞതും ഇതാക്കിയതും വാങ്ങിച്ചതും ഒക്കെ ഓക്കെ. പക്ഷേ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ പുള്ളി ജോയിൻ ആയത്. അങ്ങനെ ആയി നോക്കുമ്പോൾ മാത്രമല്ല നമുക്ക് ഇപ്പോൾ നമ്മൾ സാമ്പത്തിക ഭദ്രത നോക്കിയില്ലെങ്കിലും അധികം പുള്ളി നോക്കുമല്ലോ, അങ്ങനെയാണല്ലോ. മാത്രമല്ല ഞാനിപ്പോൾ ഇങ്ങനെ ഉസ്താദ് ഈ അടുത്ത് വല്ല ഉസ്താദ് ദുബൈയിൽ പോയത്. അപ്പോൾ ഞാൻ കരുതി സാമ്പത്തികമൊക്കെ ഉണ്ടാവും, ദുബൈയിലൊക്കെ പോയല്ലേ എന്ന് ഞാനും കരുതി. അങ്ങനെയാണെങ്കിൽ ആ ഒരു ടിക്കറ്റിൻ്റെ എക്സ്പെൻസും അവിടുത്തെ താമസവും അങ്ങനെ എല്ലാം കൂടി വിസ എക്സ്പെൻസും എല്ലാം കൂടി കൂട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റിനുള്ള പൈസ ആയി.
നിങ്ങൾക്ക് തോന്നുന്നത് അസിയം വലിയ അള്ളാഹിയെ കണ്ട ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ എത്തുക എന്നുള്ളത് ഭയങ്കര ആഗ്രഹം തന്നെയാണ്. അങ്ങനെ ഒരു ആചാര്യ കൊണ്ടുപോയതാണ് നമ്മൾ കോഴിക്കോടുള്ള ഒരാൾ. തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് ഒരാളുടെ ടിക്കറ്റ് ഞാൻ തന്നെ എടുക്കേണ്ട വന്നിരുന്നു. ഞാൻ 2 പേരാണ് പോയത്, വീഡിയോ എടുക്കുന്ന ആൾ ഞാൻ. പക്ഷേ അത് തന്നെ ഏകദേശം ഒരു 16 റുപ്യ ബാലൻസ് കടം കിടപ്പുണ്ട്. 16 റുപ്യ ബാലൻസ് ഇപ്പോഴും കൊടുത്തിട്ടില്ല. തിരിച്ച് വരുമ്പം ഈ ക്രിസ്മസിൻ്റെ ഒക്കെ അതിൻ്റെ ടിക്കറ്റിന് ചാർജ് കൂടുതലായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ചെറിയ പൈസയാവുള്ളൂ ടിക്കറ്റിന്, ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ എടുക്കേണ്ടായിരുന്നു. പക്ഷേ 16 റുപ്യ ബാലൻസ് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ കിടപ്പുണ്ട്. അതൊന്നും പ്രശ്നമില്ല, ഇൻഷാ അല്ലാഹ്. അത് പഠിച്ചവനെ നമുക്ക് നമ്മൾ അറിയാവുന്ന കാര്യമല്ലേ. ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ തരണ്ട, പ്രശ്നമില്ല. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. ഇല്ല, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. കാരണം വിഷമിക്കാൻ വേണ്ടിയല്ല. അവർ ഞാനും അവളും ഉൾപ്പെടുന്നതാണ് ഫാമിലി അല്ലേ. അപ്പോൾ അതിനകത്ത് ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നതാണ് ഞാൻ. അപ്പോൾ അതിന് ശേഷമാണ് ഇങ്ങനൊരു അനുഭവം. അപ്പോൾ അറ്റക്കോയ തങ്ങളുടെ ക്ലാസ്സിൽ പുള്ളി ഇരിക്കാനും തുടങ്ങി. അപ്പോൾ പിന്നെ ഏറ്റവും ബെറ്റർ അതാണ് എന്ന് തോന്നി. എക്സ്പെൻസും ഇല്ല. മാത്രമല്ല ഉസ്താദ് എന്താണ് പേര് മറന്നു, ലത്തീഫ് ഉസ്താദിന് ഇതുവരെ ഇപ്പം നമ്മൾ തമ്മിൽ ചാറ്റ് തുടങ്ങിയിട്ട് ഇതുവരെ എൻ്റെ പേരെന്താണെന്നറിയോ, ഞാൻ എന്താ ജോലി ചെയ്യണമെന്നറിയോ, ഞാൻ എവിടെയാണെന്നറിയോ, എന്താണ് നിൻ്റെ അവസ്ഥ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. നിൻ്റെ കുടുംബം, വീട്ടിലും ആരൊക്കെ ഉണ്ട്, ഒന്നും അറിയണ്ട അല്ലേ, ഒന്നും അറിയണ്ട. CM വലിയുല്ലാഹി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോൾ വേഗം ലൈറ്റിൻ്റെ കാര്യം എന്നിൽ ആവശ്യപ്പെടുകയും, എന്നിട്ട് അതും അധികം എക്സ്പെൻസ് ഉള്ള, എനിക്കിവിടെ എന്താണ് വർക്ക്, എത്രയാണ് ശമ്പളം, ഇതൊന്നും അറിയണ്ട, നിങ്ങൾക്ക് ലൈറ്റ് കിട്ടണം, അത് കിട്ടണം, ഇത് കിട്ടണം. ഞാൻ നോക്കാൻ നേരത്ത് നിങ്ങൾക്ക് വണ്ടിയുണ്ട്, നല്ല അടിപ്പം വണ്ടിയുണ്ട്, നിങ്ങൾ ദുബൈയിൽ പോകുന്നു. യൂട്യൂബിലൊക്കെ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് 10,000 വ്യൂവേഴ്സ് കയറുന്നു, 20,000 വ്യൂവേഴ്സ് കയറുന്നു, സബ്സ്ക്രൈബേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ പല പ്രസംഗങ്ങളിലും നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾ എത്രയോ 48 ലക്ഷം രൂപയുടെ വീടൊക്കെ ഉണ്ടാക്കി, 50 ലക്ഷം രൂപയുടെ, ഇതൊക്കെ ഈ CM വലിയുള്ളതിൻ്റെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ ആ മനുഷ്യൻ ഒരു ആലിമായിരുന്നു, ആൾ മാനസിക രോഗമായിട്ട് മരിച്ചുപോയി. ഇതാണ് ഞാൻ അറിഞ്ഞ CM വലിയുള്ള നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള കഥയിൽ. കാരണം ദണ്ട് കൊണ്ട് അല്ല, ഇരുമ്പ് കമ്പി കൊണ്ടൊക്കെ ദേഹത്തടിക്കുക, കിണറ്റി ചാടാൻ പോവുക, കാണുന്നതൊക്കെ വെറുതെ സുജൂദ് ചെയ്യുക, മണ്ണ് നക്കുക, പിന്നെ എന്തൊക്കെയാണ് പുള്ളി ചെയ്തത് ഒന്നും പറയണ്ട. പുള്ളി ചെയ്ത കാര്യങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അപ്പോൾ മാനസിക നില തെറ്റിയ ആളാണ് എന്നുള്ളത് പക്ക തെളിഞ്ഞിങ്ങനെ കിടക്കുന്നതാണ്. അപ്പോൾ ജദുബിൻ്റെ ഹാലിലെത്തിയ ഒരു ഫുലിമൊയ്തീൻ എന്ന് പറയുന്ന ആൾ വഴി പഴപ്പിച്ച ഒരാൾ. അപ്പോൾ ആ പേരും പറഞ്ഞിട്ട് നിങ്ങൾ ഈ ദീനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ കച്ചവടം നടത്തിയിട്ട് ഈ ജീവിക്കുന്നത്, അത് കണ്ടപ്പോൾ അതും കൂടെ അറിഞ്ഞപ്പോൾ നിങ്ങളൊക്കെ പുച്ഛമാണ് തോന്നുന്നത്. എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണല്ലോ നിങ്ങൾ ഈ കാശുണ്ടാക്കിയിട്ട് ഈ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്നത്. എൻ്റെ കാര്യം തന്നെ ഒന്ന് എടുത്ത് നോക്ക്. എൻ്റെ പേരോ നാടോ ഒന്നും അറിയണ്ട, നിങ്ങൾക്ക് ലൈറ്റ് കിട്ടണം അല്ലേ. 18,36,000 രൂപയുടെ ലൈറ്റ് നിങ്ങൾക്ക് വേണം, മനസ്സിലായി. അപ്പോൾ ഇത്രയും ഇതുപോലെ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ പറ്റിക്കുന്നത് വോയിസിൻ്റെ ദൈർഘ്യം കൂടി. അന്ധമായിട്ട് അന്ധവിശ്വാസമുള്ള ആത്മീയതയിൽ അത്രയും അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന ആളുകളെ നിങ്ങൾ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു അല്ലേ. ആണെങ്കിൽ അല്ല എന്ന് പറ, അല്ലെങ്കിൽ ആണെന്ന് പറ. എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് നാളെ നിങ്ങളെ മുന്നിൽ തന്നെ ഒരുപാട് ചോദ്യം ചെയ്യപ്പെടും. അടുത്ത മുന്നിൽ ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ ഇതുപോലെയുള്ള ആളുകളെ പറ്റിച്ച് ജീവിച്ചിട്ട്. അസ്തഗ്ഫിറുല്ലാഹ്. എന്തായാലും നല്ല ബുദ്ധി തരട്ടെ നിങ്ങൾക്ക്, അതാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന. പിന്നെയും കാര്യങ്ങൾ ഒരുപാടുണ്ട്. 10,000 20,000 ലക്ഷക്കണക്കിന് കറാമത്തുകൾ കാണിച്ച വ്യക്തിയാണ് അല്ലേ. സ്വന്തം ഭാര്യനെ ഒരു കാര്യമില്ലാണ്ട് മൊഴി ചൊല്ലിയത്. എന്നിട്ട് പിന്നെ എന്താണ് അയാൾക്ക് പിന്നെ മൊഴി ചൊല്ലാൻ വേറെ നിവർത്തുന്നില്ല. മൊഴി ചൊല്ലേണ്ട രീതി എന്താണ്, രീതി കേൾക്കണം. അതിൻ്റെ അപ്പുറം അതേ ഉമ്മാനോട് എത്രയോ വർഷം സലാം ചൊല്ലി ചൊല്ലി ആ പാവത്തിൻ്റെ തൊണ്ടയിലെ വെള്ളം മാറ്റി. അത് കഴിഞ്ഞിട്ട് സലാം അടക്കണ്ട. എന്നിട്ട് സലാം അടക്കിയതിൻ്റെ പേരിൽ എന്തോ വലിയ കൊടിയ പാപം ചെയ്തവനെ പോലെ വീണ്ടും 3 വർഷം റിയാള എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഈ മുസ്ലിം പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഈ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തൗബ ചൊല്ലി മടങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ. അസ്തഗ്ഫിറുല്ലാഹ്. നാട്ടിൽ 1 മണിയായി. ഇല്ല ഹബീബ്, വിഷമമൊന്നുമില്ല. എന്ത് വിഷമം, അങ്ങനത്തെ പ്രശ്നമില്ല. ഞാൻ കിടക്കായിരുന്നു സംസാരത്തിൻ്റെ ഇതുകൊണ്ടാണെങ്കിൽ. ഞാൻ ഇന്നലെ പരിപാടി കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം ചായ കുടിച്ചിട്ട് മാറി ഒന്ന് കിടന്ന്. ഇപ്പോൾ എണീറ്റ് ലോഹറായല്ലോ നാട്ടിൽ. 1 മണിയായി. ഞാനിപ്പോൾ എണീറ്റ് പിന്നെ അപ്പോൾ നിങ്ങളുടെ വോയിസ് കണ്ടത് ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ. പിന്നെ വിഷമമൊന്നുമില്ല, ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ലാഹു റാഹത്താക്കട്ടെ, മക്കളെ അല്ലാഹു തരട്ടെ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അങ്ങനെ വിഷമമൊന്നുമില്ല. ഇപ്പം നിങ്ങളില്ലെങ്കിൽ വേറെ ആരെങ്കിലും, ഇപ്പം നമ്മുടെ പരിപാടി അൽഹംദുലില്ലാഹ് നടക്കുന്നുണ്ടല്ലോ, 4 കൊല്ലമായിട്ട് നടക്കുന്നില്ലേ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ദുബൈയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഷെയ്ഖുനാനെ കണ്ട ഒരാളുണ്ട്, അവിടെ എത്തുക എന്നുള്ളത് വലിയ ആഗ്രഹം. ഞാൻ പിന്നെ ഈ ലൈറ്റിങ്ങളെ ഏറ്റപ്പോൾ പിന്നെ ഒരാളുടെ അടുത്തും പറഞ്ഞില്ല. ദുബൈയിൽ പോയപ്പോൾ ദുബൈയിലൊക്കെ നമ്മുടെ പരിപാടി കാണുന്ന ആളുകളുണ്ട്, അവരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ബാറ്ററി ആണെങ്കിൽ ദുബൈയിൽ നിന്ന് ഒരാൾ വാങ്ങി തന്നെ. ബാറ്ററി 4 കൊല്ലമായല്ലോ ഈ ബാറ്ററി ചാർജ് ചെയ്യിക്കുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ ലെൻസും ഒരാൾ വാങ്ങി തന്നിരുന്നു. പക്ഷേ ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓൾറെഡി നിങ്ങൾ ഏറ്റൊരാളാണല്ലോ, അതുകൊണ്ട് ഒരാൾ ഏറ്റിട്ടുണ്ടല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല ഇൻഷാ അല്ലാഹ് കേട്ടോ. നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ളതുകൊണ്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. എന്തായാലും സന്തോഷങ്ങൾ അല്ലാഹു തരട്ടെ. ഞാൻ ദ്വാരക്കും എപ്പോഴും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഏത് മോയന്തന്മാരാണ് ഈ ചെയ്തു തരുന്നത് നിങ്ങൾക്ക്? 2024 ഇതുവരെ ബുദ്ധിയും ബോധം ഉദിച്ചിട്ടില്ലേ? ഇങ്ങനത്തെ പച്ച മനുഷ്യരെ ബുദ്ധിയില്ലാത്തല്ല ചിന്തിക്കണവരെ അവരെ പറ്റിച്ചുകൊണ്ട് നിങ്ങളിങ്ങനെ ജീവിച്ച് എവിടം വരെ എന്തുണ്ടാക്കും നിങ്ങൾ എന്താണ് ഉണ്ടാക്കാൻ പോണത്? ഇതാണ് ദീൻ വളർത്തുക? നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്നുള്ള ബോധമുണ്ടോ നിങ്ങൾക്ക്?
വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ നമ്പർ പേര് ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ പേര് സേവ് ചെയ്തിരിക്കുന്നത് എന്താ പറയുക, ഒമാനിലുള്ള സുഹൃത്തുനിന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഒമാനിലുള്ള സുഹൃത്തുനിന്നാണ് എൻ്റെ ഫോണിൽ ഞാൻ പേര് സേവ് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈറ്റ് വാങ്ങി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ഇൻഷാ അല്ലാഹ് വാങ്ങിത്തരാൻ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ ഫോട്ടോ അയച്ചു തന്ന്. പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുകയും ചെയ്ത്, അതായത് മക്കളില്ലാത്ത വിവരങ്ങളൊക്കെ നിങ്ങൾ പറയുകയും ചെയ്ത്. അല്ലാതെ ഞാൻ കൂടുതൽ ഇപ്പോൾ നിങ്ങളെ ചോദിക്കുന്നത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ അറിയത്തില്ലല്ലോ, നിങ്ങളുടെ വീട്ടുകാര്യം അല്ലെങ്കിൽ നിങ്ങളങ്ങനെ നിങ്ങളുടെ ജോലി ഒരു ഓഫീസിൽ എന്താ ഈ പേപ്പർ വർക്കാണെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഞാൻ ഹൈറ് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യത്തിന് വേണ്ടിയൊന്നും അല്ലല്ലോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും എനിക്കൊക്കെ കൂലി കിട്ടുന്നൊരു കാര്യമല്ലേ പറഞ്ഞത്, നിങ്ങളുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. നിങ്ങളുടെ സംസാരത്തിൻ്റെ ശൈലി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ഇതിൻ്റെ അകത്തൊന്നുമില്ലല്ലോ. ഞാൻ ഹക്കല്ലാത്തൊന്നും പറഞ്ഞിട്ടുമില്ല. നമുക്ക് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഈ ചരിത്രങ്ങൾ വരും തലമുറക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ് നമ്മുടേത്. വരും തലമുറക്ക് ഈ ചരിത്രങ്ങളൊക്കെ വരും തലമുറക്ക് എത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മക്ക മുശ്രിക്കീങ്ങൾ. കൂടെ നിന്നിട്ട് ആളുകളെ നിങ്ങളുടെ കൂടെ ആളാണ് എന്ന് നിന്നുകൊണ്ട് മുനാഫിക്കത്തരം കാണിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു. അതെല്ലാ കാലത്തും ഉണ്ടാവും. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അള്ളാൻ്റെ പണിയെടുക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം തന്നത്? അത് പറ. കുട്ടികളെ കൊടുക്കുന്നതും കൊടുക്കാത്തതും എല്ലാം പടച്ചവനാണെന്ന് വിശ്വസിക്കുന്ന ഒരു എല്ലാ മുസ്ലിമും അങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലാത്തവൻ മുസ്ലിം അല്ല. ഇസ്ലാമും മുസ്ലിമുമായിട്ട് യാതൊരു ബന്ധമില്ല അങ്ങനെ അല്ല വിശ്വസിക്കാത്തവൻ. പിന്നെ എനിക്ക് കൂലി കിട്ടാനാണ് ഈ 36,000 രൂപയുടെ 38,000 രൂപയുടെ ലൈറ്റ് ചെയ്യാൻ തരേണ്ടത് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ. അത് ഇത്രയും ഭ്രാന്തായി നടന്ന വ്യക്തിയുടെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ. നിങ്ങളുടെ വ്യൂസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് എത്രയാണ് യൂട്യൂബ് വരുമാനം? നിങ്ങളുടെ വണ്ടി ഏതാണ്? നിങ്ങളുടെ വീട് എത്രയാണ്? 50 ലക്ഷം രൂപയുടെ വീടോ? ഒക്കെ ഇതുകൊണ്ട് ആക്കി ഉണ്ടാക്കിയതല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സംഭാവന രൂപത്തിൽ ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ ബാറ്ററി കിട്ടിയതും അതും ഇതൊക്കെ പറഞ്ഞു എല്ലാം ഇങ്ങനെ കിട്ടണതാണ്. എന്നിട്ട് എനിക്കെന്ത് കൂലി? എനിക്ക് ഇതാണ് കൂലി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ റസൂലിൻ്റെ ആ പേരോ അതിൻ്റെ ചരിത്രമോ ഇതൊന്നും പറയാൻ നിങ്ങൾ അർഹനല്ല. നിങ്ങൾ എന്താണ് ഈ പറയണത്? റസൂലുള്ള ആരാണ് സി എം വലിയുടെ മുന്നിൽ? നിങ്ങൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ കഥകളുടെ മുന്നിൽ റസൂലുള്ള ഒന്നുമല്ല. നിങ്ങൾ എവിടേക്കാണ് അവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരൊക്കെ എടുത്ത് വലിച്ചിടുന്നത്? ഇതിനകത്ത് സി എം വലിയുള്ള ലോകം നിയന്ത്രിക്കുക അത്രേ, അർസും കുറിസും അതും ഇതൊക്കെ ഇങ്ങനെ നോക്കി കിടക്കുകയാണ്. പക്ഷേ ഇത്രയും അപഹാസകരമായി പോയല്ല നിങ്ങൾ. അല്ല, നിങ്ങളൊരു കാര്യം പറ. ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റായിട്ട് ആൻസർ പറയാൻ പറ്റുമെങ്കിൽ. ഒരു വ്യക്തി അയാളുടെ ജീവിതം നിങ്ങൾ എഴുതി വെച്ചിട്ടില്ല. ഞങ്ങൾ ആരും ഇത് എഴുതി വെച്ചിട്ടോ പറഞ്ഞു നടന്നിട്ടൊന്നുമില്ല. ഞങ്ങളിത് കേൾക്കുന്നതാണ്. ഓരോരോ ഉസ്താദുമാരുടെ വയലെന്ന് പറയാനില്ല, അവരുടെയൊക്കെ പ്രസംഗങ്ങളിൽ കേൾക്കുന്നതാണ്. അപ്പോൾ ആ കേട്ടതനുസരിച്ച് ഞാനിവിടെ നോട്ട് ചെയ്തത് സി എം വലിയുള്ളാഹി പക്ക ഭ്രാന്തനായി മാറി. ആള് ആലിമായിരുന്നു, പഠിച്ചു, മദ്രസ ദർശനം നടത്തി. അതിനുശേഷം ഫുലിമൊയ്തീൻ എന്ന് പറയുന്ന വ്യക്തി വന്നപ്പോഴാണ് സീൻ മാറിയത്. മനസ്സിലായോ? ശരീരം സ്വന്തമായിട്ട് അടിച്ച് നോപ്പിക്കുക, തുണിയില്ലാതെ ഓടുക, ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് പൈസ കൊടുക്കാണ്ട് പോവുക, തുണി ഉരിഞ്ഞിട്ട് അവിടെ കിടക്കുക ഇവിടെ കിടക്കുക, നിസ്കാര സമയത്ത് അവിടെയിട്ട് മറ്റേ എന്താണ് പാലത്തിൽ ഇരിക്കുക, കാലിട്ട് ഇങ്ങനെ ആട്ടിരിക്കുക, മറ്റേ ഞാൻ മക്കൾ നിസ്കരിക്കുന്നു എന്നൊക്കെ പറയുക, ചുമ്മാ കയറി. പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ. ഒരു മാനസിക രോഗി എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ട്. ഇത് വിശ്വസിച്ചിട്ട് സി എം വലിയുള്ള ലോകം നിയന്ത്രിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇത് എവിടെ കൊണ്ടാണ് എത്തിപ്പോണെന്ന് ഇതിൻ്റെ വല്ല ഗൗരവം അറിയോ നിങ്ങൾക്ക്? ഇനിയിപ്പോൾ എനിക്കറിയാം എൻ്റെ വോയിസ് നിങ്ങൾ കേൾക്കില്ല, നിങ്ങൾ ബാക്കിയുള്ളതൊന്നും അറിയില്ല ചെയ്യൂല എന്ന് എനിക്കറിയാം. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്യാതെ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും ചെയ്യാതെ ഇതിനകത്ത് ചർച്ചയിലോട്ട് വാ. തീർച്ചയായിട്ടും നിങ്ങളുടെ വോയിസ് എനിക്ക് കേൾക്കേണ്ട താല്പര്യമില്ല. കാരണം ഒരു വഹാബിയുമായിട്ട് സംസാരിക്കാനോ അവനിക്ക് സലാം പറയാനോ പാടില്ല. പ്രത്യേകിച്ച് ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിയെ പോലുള്ള വലിയ വലിയ മഹാനവറുകളെ ഈ കോലത്തിൽ പറയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വിപത്തുകൾ, വലിയ അനർത്ഥങ്ങൾ നിങ്ങൾ എഴുതി വെച്ചോ വരും, ഉറപ്പാണ്. നിങ്ങളുടെ നാവിൽ വരും, നിങ്ങളുടെ കുടുംബത്തിൽ വരും, നിങ്ങളുടെ മക്കളിൽ വരും. നിങ്ങൾ എഴുതി വെച്ചോ. കാരണം അത്രയും വലിയ മഹാനായ ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിയെ ഇത്രയും ആളുകൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ അനുഭവങ്ങളാണ് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിങ്ങൾ എഴുതി വെച്ചോ, ഇത് വലിയ പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാക്കും. കാരണം അത്രയും വലിയ മഹാനാണ് നിങ്ങൾ ഈ കോലത്തിൽ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചന്ദ്രനെ പുലർത്തി കാണിച്ചിട്ട് വിശ്വസിക്കാത്ത ആളുകളുണ്ട്. മനസ്സിലായില്ലേ? അവർക്ക് അള്ളാഹു അതിന് തൗഫീക്ക് കൊടുത്തില്ല. അബൂ ജഹൽ തൊട്ടടുത്ത് താമസിച്ചു, അയൽവാസിയായിരുന്നു, പലപ്പോഴും റസൂലുള്ളാഹിനെ കണ്ട ആളാണ്. പക്ഷേ റസൂലുള്ളാഹിനെ കണ്ടില്ല, മുഹമ്മദ് എന്ന് പറഞ്ഞ കുട്ടിയെ കണ്ടിട്ടുള്ളൂ. റസൂലുള്ളാഹിനെ കാണാനുള്ള കണ്ണ് അബൂ ജഹലിനില്ലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഖുതുബുൽ ആലം സി എം വലിയുള്ളാഹിയെ കണ്ട ആളുകൾ അല്ലെങ്കിൽ അവരുടെ ഇത് കേട്ടിട്ട് എത്രയോ ആളുകൾക്ക് മാറിയിട്ടുണ്ട്, എത്രയോ ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹിൻ്റെ ഔലിയാക്കൾക്ക്. കാരണം ഈ നിങ്ങളെപ്പോലുള്ള ഈ വഹാബികൾ അത് കറാമത്തില്ല, ഇതൊക്കെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് പടുത്തുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളുണ്ടല്ലോ. പക്ഷേ ഇത് നേരിട്ടുള്ള അനുഭവങ്ങൾ കേട്ടിട്ട് എത്രയോ ആളുകൾക്ക് അൽഹംദുലില്ലാ ഹിദായത്തിൻ്റെ 100 കിട്ടിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി ചന്ദ്രനെ പുലർത്തി കാണിച്ചിട്ടും ഇത് സിഹറാണ്, ഇത് കാവ്യ വിദ്യയാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ കേരളത്തിൽ നിന്നാണ് ഇത് കണ്ടിട്ട് വിശ്വസിച്ച് ഇന്ന് ഒമാനിൽ വിശ്രമിക്കുന്ന എൻ്റെ സഹാബിയുടെ പേര് മറന്നു, ഇവരുടെ പേര് മറന്നു. അത് റബ്ബ് തന്നെ തൗഫീക്ക് നൽകണം. മനസ്സിലായില്ലേ?
ആയിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് പറഞ്ഞ സ്ഥലമൊക്കെ തിരിച്ചെടുത്തിക്കണം. അറിയാണ്ട് നിങ്ങൾ എനിക്ക് കുറച്ച് മുമ്പോട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ഒരു വഹാബിയാണെന്ന് എനിക്ക് കുറച്ച് മുമ്പോട്ട് എനിക്ക് സംശയം ഇങ്ങനെ തോന്നിയിരുന്നു. പക്ഷേ എന്നിട്ടും ഒരാളെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാടില്ലല്ലോ. ഒരാളെ കണ്ടുടനെ വഹാബിയാണെന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പിന്നെ നിങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മറുപടി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതായത് എന്താ പറയുക, സലാം പോലും പറയാൻ പാടില്ല. അള്ളാഹു നന്ന ഹിദായത്ത് കൊടുക്കാത്ത ആളുകളല്ലേ. മുത്തുനബിയെയും സഹാബത്തിനെയും ഔലിയാക്കളെയും നിന്ദിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെയാണ് മറുപടി പറയാം? അടുത്തതായിട്ട് നിങ്ങളുടെ ഡയലോഗ് ഇതായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നി, വഹാബിയാക്കും. നിങ്ങൾക്ക് പറ്റാത്തത് പറഞ്ഞാൽ വഹാബി. പക്ഷേ ഞാൻ പറ്റാത്തതല്ലല്ലോ പറഞ്ഞത്, ഞാൻ കറക്റ്റല്ലേ പറഞ്ഞത്. നിങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ചരിത്രം, നിങ്ങൾ പറഞ്ഞ ചരിത്രങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യൻ ഭാര്യനെ ഒരു കാര്യമില്ലാണ്ട് തലാക്കല്ലോ. ഒരു മനുഷ്യൻ വർഷങ്ങളോളം ഉമ്മ സലാം പറഞ്ഞിട്ട് മടക്കാതിരിക്കുമോ? ഭ്രാന്തനല്ലാത്ത മനുഷ്യനേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ഭ്രാന്തായ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ CM ചെയ്തിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് ഭ്രാന്തായി, അന്ന് അയാളെ ചികിത്സിച്ചില്ല. പിന്നെ നിങ്ങൾ മുത്തുനബിയും റസൂലും അങ്ങോട്ടൊന്നും പോവല്ല, അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. അതൊക്കെ വേറെ ലെവലാണ്. ആ ലെവലിലോട്ടൊന്നും നിങ്ങൾ എത്താൻ പറ്റൂല നിങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ റസൂൽ ഒരിക്കലും ലോകം നിയന്ത്രിച്ച് എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പോയിട്ടുള്ള എല്ലാ സ്വഹാബികളും. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ കറാമത്തിലും യഥാർത്ഥ അമ്പിയാക്കളിലും യഥാർത്ഥ ഔലിയാക്കളിലും വിശ്വസിക്കുന്നവരാണ്. നിങ്ങളുടെ ഔലിയാക്കളിൽ വിശ്വസിക്കുന്നവരല്ല. മനുഷ്യർ എന്ന് വെച്ചാൽ തൗഹീദ് മുറുകെ പിടിക്കുന്നവർ ഒരിക്കലും നിങ്ങളുടെ ഈ പറയുന്ന സംഭവങ്ങൾ വിശ്വസിക്കില്ല. എന്നാൽ താഴെ കിടന്ന് മണ്ണൊക്കെ നക്കിയ ആളാണ് CM നിങ്ങളുടെ ചരിത്രങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. തെളിവുകൾ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാൻ, നിങ്ങൾക്ക് തന്നെ അറിയാലോ. കിണറ്റിലോട്ട് എടുത്ത് ചാടി പിടിച്ചതാണ്. പിന്നെ ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന നിങ്ങളുടെ CM കാലുമ്മ പഴുപ്പ് വന്നിട്ട് മഞ്ഞൾ കെട്ടി, മറ്റേ വിരൽ പഴുത്തിട്ട് മഞ്ഞൾ ഇട്ടിട്ട് അത് മുറിവ് കെട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീഡിയോയിലുണ്ടല്ലോ. അത് മാറ്റാൻ പറ്റിയിട്ടില്ല. അതുപോട്ടെ, അവസാന നാളുകളിൽ കണ്ണ് കാണാണ്ടായി, അതും പറ്റിയില്ല. ഈ ലോകം നിയന്ത്രിക്കണത് എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ലോജിക്ക് വേണ്ടേ? കുരങ്ങൻ്റെ ബുദ്ധിയോ കഴുതയുടെ ബുദ്ധിയോ ഒന്നല്ലല്ലോ നിങ്ങൾക്ക്, മനുഷ്യരുടെ ബുദ്ധിയല്ലേ. ആ ബുദ്ധിയിലും ചിന്തിക്ക്. ഞാൻ ചോദിക്കുന്നതിനുള്ള ആൻസർ നിങ്ങളിതാ. അപ്പോൾ ഇത്രയും ഇതൊന്നുമല്ല, ഇനിയുണ്ട്. ഞാൻ ഈ ഉദാഹരണം 1-2 പറഞ്ഞാണ്. 10,000 20,000 കറാമത്ത് കേൾപ്പിച്ചേരാം നിങ്ങൾക്ക്. എന്നിട്ട് എനിക്ക് വിപത്ത് വരാൻ നിൽക്കുന്നു. ഒന്ന് പോഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആര് പറയണം, സഹാബത്തിന് ആര് പറയണം, ഔലിയാക്കൾ ആര് പറയണം, അവരെ മത് ആര് പറയണമെന്ന് ആരാ തീരുമാനിക്കാൻ? സുന്നികളായ ഞങ്ങളാണ് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ എന്ത് അർഹതയുള്ളത്? എന്ത് അർഹത നിങ്ങൾക്ക് പറയാനുള്ളത്? മനസ്സിലായോ? നിങ്ങൾ ശരിക്കും കാട്ടിയത് ശരിക്കും മക്കാ മുശ്രിക്കുകൾ കാണിച്ച മുനാഫിക്കത്തിലുമാണ് നിങ്ങൾ കാണിച്ചത്. പിന്നെ CM വലിയുള്ളാക്ക് നിങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്, മഹാനവറുകൾക്ക് ഞാൻ നമ്മുടെ ഭാഗം കൊണ്ട് പറയുന്നില്ല. പക്ഷേ അത് നിങ്ങൾക്ക് വരാണ്ട് സൂക്ഷിച്ചോളി. മനസ്സിലായോ? നിങ്ങൾക്ക് വരാണ്ട് നിങ്ങൾ സൂക്ഷിച്ചോ. തൗബ ഇത് മടങ്ങിക്കോളിയാ. ഞാൻ നിങ്ങളടുത്ത് പറയാം, തൗബ ഇത് മടങ്ങിക്കോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് വന്ന് റോഡിൽ കൂടെ നിങ്ങളുടെ നാട്ടിൽ കൂടെ നിങ്ങൾ നടക്കാണ്ട് നിങ്ങൾ ചാവില്ല. കാരണം CM വലിയുള്ളാഹിയെ പോലുള്ള വലിയ മഹാനെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ള യോഗ്യത ഉള്ളത്? നിങ്ങൾക്ക് എന്താ ഉള്ള അറിവുള്ളത്? അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്ക് എന്തുണ്ട്? അപ്പോൾ അള്ളാഹു തരണം ആ നൂറ്, ആ ഹിദായത്ത് അള്ളാഹ് തരണം, ആ തൗഫീഖ് അള്ളാഹ് തരണം. അതില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ ഈ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ നോക്കിയത്? നിങ്ങളുടെ ഫോട്ടോ നോക്കുമ്പോൾ തന്നെ അറിയാം ഈമാനികമായ ഒരു നൂറില്ല. കറക്റ്റ് വഹാബികളുടെ മുഖത്ത് നോക്കാൻ നമുക്ക് തോന്നില്ലല്ലോ. ഏതായാലും നിങ്ങളുടെ അടുത്തിന് സംസാരമില്ല. നിങ്ങളുടെ അടുത്ത് എനിക്ക് പിന്നെയും പറയാനുള്ളത്, നമ്മൾ ഒരു മഹാന്മാരെയും ഔലിയാക്കളെയും കുറ്റം പറയാൻ പോകരുത്. ഒരാളെയും അള്ളാഹു ബഹുമാനിച്ച് അള്ളാഹു അവർക്ക് കൊടുത്ത വലിയ സ്ഥാനങ്ങളാണ്. മനസ്സിലായോ? അത് എനിക്ക് ഇങ്ങൾക്ക് അളക്കാൻ ഏത് മുഴക്കോല് വെച്ച് അളക്കുക? നിങ്ങൾക്ക് അവരെ 7 അയലത്തെത്താനുള്ള യോഗ്യത ഉണ്ടോ? അള്ളാഹു ബഹുമാനിച്ചവരാണ് അവർ. ഇത്രയും വലിയ ആലിമീങ്ങളും ഇത്രയും വലിയ മഹാന്മാരും എല്ലാവരും അംഗീകരിച്ച എന്നെയൊക്കെ പോലുള്ളവർക്ക് എന്ത് പറയാനാണ് യോഗ്യത ഉള്ളത്? അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നാശം നിങ്ങൾ വലിച്ചു വെക്കരുത്. വലിയ മഹാന്മാരെ തൊട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ആ ഷെയ്ഖുനാക്ക് പറഞ്ഞ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വരും. നിങ്ങൾക്ക് നോക്കിയോ, ഖുതുബുൽ CM വലിയുള്ളാഹി ലോകം നിയന്ത്രിച്ചിട്ടുണ്ട്. അള്ളാഹു ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അള്ളാഹു കൊടുത്താൽ എന്താ നിയന്ത്രിച്ചുകൂടെ? നിങ്ങളെപ്പോലുള്ള എന്താ മദ്രസ കാണാത്ത നിങ്ങളുടെ എന്ത് പറയാനാണ്? ഓക്കെ, എൻ്റെ ഫോട്ടോ നോക്കിയിട്ട് ഉസ്താദിനെ പ്രേമിക്കാനൊന്നും വരണ്ട കേട്ടാ. പിന്നെ ഞാൻ വഹാബിയാണോ ഞാൻ എന്താണെന്നുള്ളത് ഉസ്താദ് എന്നെ ഉസ്താദ് എന്നല്ല, ഉസ്താദ് എന്ന് പറയണമെങ്കിൽ അതിനൊരു ഇത് വേണ്ടേ? അതല്ല, നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഞാൻ വഹാബിയാണോ എന്താണെന്ന് അറിയാത്തത്. കാരണം എന്നെക്കുറിച്ച് അറിയില്ല. പിന്നെന്താണ് ആഖിറം എന്തൊക്കെയാണ് പറഞ്ഞത്? അല്ല മുത്തുമണി, ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഈ വ്യക്തി ചെയ്തു കൂട്ടിയത് നിങ്ങൾ പറഞ്ഞത് ചെയ്തു കൂട്ടിയതാണ് ഞാൻ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തി ചെയ്തു കൂട്ടി എന്ന് പറയുന്നതാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണ്? റമദാൻ മാസത്തിൽ നോമ്പുള്ളവനെ പിടിച്ചു വലിച്ച് നോമ്പ് മുറിപ്പിക്കുക, അത് കറാമത്ത്. എണ്ണി പറയണമെങ്കിൽ എൻ്റെ അമ്മ ജീവിതത്തിൽ മൊത്തം കറാമത്ത്. തൂറിയിട്ട് ചന്തി കഴുകിയില്ലെങ്കിൽ പോലും അത് കറാമത്ത്. ഞാൻ തൂറിയിട്ട് ചന്തി കഴുകിയില്ല, എൻ്റെ ചുറ്റിരിക്കുന്ന ആർക്കും സ്മെല്ലില്ല, കറാമത്ത്. ഇതൊക്കെ പറയണം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് മാഷാ അല്ലാഹ് ഇതൊക്കെ പറയാൻ, അള്ളാൻ്റെ പേര് പറയാൻ പോലും വലിയ യോഗ്യത ഉണ്ട്. എനിക്ക് അളക്കാനുള്ള കഴിവുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ ഇയാൾ ഭ്രാന്തായി പോയതാണ്. നിങ്ങൾക്ക് ബോധമില്ലേ? ഭ്രാന്തായി പോയി, പാവം ഒരു രോഗിയാണ് ആ വ്യക്തി. ഇല്ലെങ്കിൽ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി അയാൾ ലോകം ഫുൾ ഇങ്ങനെ നിയന്ത്രിച്ച് വർഷം കുറിച്ചൊക്കെ ഇങ്ങനെ നോക്കി എടുക്കാന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? ഒന്ന് പറഞ്ഞത് എനിക്ക്. അള്ളാഹ് കൊടുത്ത കഴിവ് എന്ന് പറയുമ്പോൾ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയത്? ഈ കാണുന്നിടത്തൊക്കെ സുജൂദ് ചെയ്ത് അവിടെ മണ്ണ് നക്കി, ഇവിടെ നിലത്ത് കിടന്ന് ഉരുണ്ട്, തുണിയില്ലാണ്ട് ഓടി, നിസ്കരിക്കുന്നില്ല, നോമ്പ് നോക്കുന്നില്ല, നോറ്റവരെ കൊണ്ട് മുറിപ്പിക്കുന്നത്, ഇതൊക്കെയാണ് മഹാൻ.
ഇതുവരെ ഒരു ചരിത്രവും സ്വാഭിങ്ങളുടെ ചരിത്രത്തിലൊന്നും ഞങ്ങളാരും കേട്ടിട്ടില്ല. ഞങ്ങളല്ലാത്ത മുസ്ലിം വേറെ നിങ്ങൾക്ക് വേറെ വല്ല മതമാണോ നിങ്ങൾ? സത്യത്തിൽ നിങ്ങൾ ഏത് മതമാണ്? ഇസ്ലാം മതത്തിൽ ഞങ്ങളാരും കേൾക്കാത്തതാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏതെങ്കിലും ഒരു സ്വഹാബത്തിൻ്റെ എന്തെങ്കിലും ഒരു ചരിത്രം പറഞ്ഞൂടെ നിങ്ങൾക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിപ്പിച്ചൂടെ? ആ ഉള്ള സമയം കൊണ്ട് തൗഹീദിലോട്ട് ജനങ്ങളെ വിളിച്ചൂടെ? ആ ഉള്ള സമയം കൊണ്ട് പടച്ചവനെ വിളിച്ചൂടെ? പൊന്നു മുമ്പ് തന്നെ ഒരാൾ കല്ലി കച്ചവടക്കാരനുണ്ട്, അയാൾ മുജാഹിദാണ്. അപ്പോൾ അയാൾ എന്ന് പറഞ്ഞു, നമുക്ക് കക്കൂസ് ഉണ്ടാക്കാൻ കുറച്ച് കല്ല് വേണം. അയാൾ എടുത്തേയും പഠിക്ക് ചോദിച്ചു, ഔലിയൊക്കെ എന്താ കക്കൂസിലെ തൂർക്കി വിടുമെന്ന്. ഔലിയാക്ക് കക്കൂസിലെ തൂർക്കി വിടുമെന്ന് ബാപ്പനോട് ചോദിച്ചു. പരിഹസിക്കോ? അതെ, കളിയാക്കിയതാണ്. അങ്ങനെ ബാപ്പ ഇങ്ങോട്ട് വരുമ്പോഴേക്കും CM മോളിന്ന് അവലേക്ക് എന്താ കക്കൂസിലെ തൂർക്കി വിടൂ, അവലേക്ക് എന്താ കക്കൂസിലെ തൂർക്കി അന്ന് പതുക്കെ പറഞ്ഞതാ. ബാപ്പ വരുമ്പോഴേക്കും അവലേക്ക് എന്താ കക്കൂസിലെ തൂർക്കി വിടൂ, അവലേക്ക് എന്താ കക്കൂസിലെ. പിന്നത്തെ പറച്ചിലെന്താണ്, അവൻ നായി ചാവും പോലെ പുഴുവെച്ച് കാഫറായി ചത്തുപോകും. അവസാനം CM ഇങ്ങനെ പറയും, അവൻ അങ്ങനെ ഒന്നും ചാവില്ല, അവൻ എന്നെ കളിയാക്കിയവനാണ്, അവൻ അള്ളാഹു പാഠം പഠിപ്പിക്കും. 5.5 കൊല്ലം ആ പുഴുവായിട്ടാണ് കിടന്നത്. 5.5 കൊല്ലം. എടോ സിറാജുദ്ദീൻ ലത്തീഫി, ശരിക്ക് ചെയ്ത് ജീവിക്കുന്നവനെ നീ എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയതല്ലോ. പിന്നെ എന്ത് കാര്യത്തിനാണ് മാതിരി വീഡിയോസൊക്കെ എനിക്ക് തള്ളുന്നത്? പറ. പടപ്പുകളോട് പേടി ഭ്രാന്തന്മാരുടെ കഥയും വിറ്റ് ജീവിച്ച് പാവങ്ങളുടെ സ്വത്തും കൈവരിച്ച് കൈക്കലാക്കി അപഹരിച്ച് ജീവിക്കുന്ന നീയൊക്കെ എനിക്കിങ്ങനെ വീഡിയോസും അതൊരു കുന്തവും ഇടാൻ നിൽക്കരുത് കേട്ടാ. ഹലോ സിറാജുദ്ദീൻ ലത്തീഫി, താൻ എന്നെ മറ്റേ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോയി, എന്നെ കിടന്ന് പ്രാഗിയിട്ട് പോയല്ലേ? തനിക്ക് ഞാൻ ലൈറ്റ് തരാം, നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ 38,000 റുപ്യയുടെ ലൈറ്റ് തരാമെന്ന് പറഞ്ഞപ്പോൾ താൻ എനിക്ക് കുട്ടികളുണ്ടാകാൻ വേണ്ടിയിട്ട് പടപ്പിനോട് തേടുക. പ്രാന്തായി പോയ ഫുലി മൊയ്തീൻ്റെ ശിക്ഷണത്തിൽപ്പെട്ട് പ്രാന്തായി പോയ നിങ്ങളുടെ CM മടവൂരിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രൂപത്തിൽ തന്നെ പൊക്കി അടിച്ചിട്ട് ലൈറ്റ് കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളുടെ ആ ഒരു CM മടവൂരിന് പ്രാന്തായി എന്ന് ഞാൻ പറഞ്ഞാലേ നിങ്ങൾ എന്നെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ പറയും ജദുബിൻ്റെ ഹാല് അങ്ങനെ ഇങ്ങനെ, നമ്മൾ മറ്റേ മലയാളത്തിൽ പ്രാന്തെന്ന് പറയും. കാരണം മറ്റേ ഇയാളുടെ എന്താണ് ഫുലി മൊയ്തീൻ്റെ കഫവും തുപ്പലും സിഗരറ്റിൻ്റെ മങ്ങും എല്ലാട്ട കോളാമ്പി കുടിച്ച് വൃത്തിയാക്കിയ ആൾ ഭ്രാന്തനാണ് എന്ന് പറയുന്നതിൽ എന്താണ് അത്ഭുതം? പിന്നെ നിലത്ത് കിടന്ന് ഉരുണ്ട് മണ്ണ് നക്കി ഭാര്യനോട് ഒരു കാര്യമില്ലാണ്ട് തൊടാക്കില്ലേ, ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തുണിയില്ലാണ്ട് ഇറങ്ങി കല്ലാറ്റിമ കിടന്ന് നിസ്കരിക്കാത്ത നോമ്പോക്കാത്ത അള്ളാഹു പറഞ്ഞ നോമ്പ് നോറ്റവരെ മുറിപ്പിക്കുക, അള്ളാഹു പറഞ്ഞ ഒരു കാര്യം ചെയ്യാത്ത ഇയാൾ ഭ്രാന്തനാണെന്ന് തെളിയിക്കാൻ വേറെ എന്താണ് വേണ്ടത്? നിങ്ങൾ എന്നിട്ട് അയാളോട് തേടി നടക്കുക. എന്നിട്ട് ആ പേരും പറഞ്ഞ് എന്നിൽ നിന്ന് പൈസയും പിന്നെ എനിക്ക് 100 കിട്ടിക്കോട്ടെ, ആ ലൈറ്റ് നിങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടിക്കോട്ടെ, അതുകൊണ്ട് കുട്ടികളുണ്ടാവും. ഏതോ കള്ള ബടുക്കൂസേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെ ഒരാളെ പറ്റിക്കാൻ കിട്ടിയില്ലെങ്കിൽ അയാൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് അവിടെ അതേ വാട്സാപ്പിൽ നിന്നിട്ട് നീ മറുപടി പറയണം. ഇന്നതാണ് ചെയ്യാൻ പറ്റില്ല, ഇന്നതാണ് ഭയങ്കര വലിയാണ് എന്നൊക്കെ, ലോകം നിയന്ത്രിക്കുന്ന വലിയ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ നാവ് വന്നിട്ടുണ്ടോ? എന്നിട്ട് റസൂലിൻ്റെ പേരും അതിനകത്തോട് വലിച്ചിടുന്നത് അല്ലേ? ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി ഒരു ഉളുപ്പ്. എന്നിട്ട് വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തിട്ട് പോവുക. അതായത് എനിക്ക് ഇവിടെ നിന്ന് പറ. അപ്പോൾ നീ എന്നെ പ്രാഗി എനിക്ക് ഭ്രാന്താവട്ടെ, എൻ്റെ മക്കൾക്ക് ഭ്രാന്ത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നിന്നെയൊക്കെ പൊന്നളസ്ഥാതും ഇതിൻ്റെയൊക്കെ ആളുകളില്ല പേരോടും ഇതെല്ലാം എതിർക്കുന്നുണ്ടല്ല. നിങ്ങൾ 100 പേര് മാത്രമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്, ബാക്കിയുള്ള എല്ലാ മലയാളം ഇതിനെ എതിർക്കുന്നുണ്ടല്ല. അപ്പോൾ അവർക്കൊക്കെ ഭ്രാന്തായിക്കോട്ടെ, അവർക്ക് ഇതേ പ്രാഗ് തട്ടോ, ശരിയല്ലേ? നമുക്ക് ഇവിടെ വാ മറുപടി പറ. ഞാൻ നിങ്ങളെ പ്രാഗിയിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ പ്രാകുന്ന പരിപാടിയും നമ്മളെ സംബന്ധിച്ചില്ല. ഉള്ള കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഉറപ്പായിട്ടുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ, അതിൽ സംശയമില്ല. നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ തലമുറ മുഴുവനും ഭ്രാന്തിലേ മരിക്കത്തുള്ളൂ, ചാവത്തുള്ളൂ, അതിൽ സംശയിക്കേ വേണ്ട. ഞാനാരും തമാശ പറഞ്ഞിട്ടൊന്നുമില്ല, നിങ്ങളെ പേടിപ്പിച്ചിട്ടുമില്ല, പ്രാഗിയിട്ടുമില്ല. പ്രാഗാൻ ഞാനാരാ? നിങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ സംഭവം നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അത് എഴുതി വെച്ചോ, നിങ്ങൾ ഈ ഡേറ്റ് എഴുതി വെച്ചോളി കേട്ടോ. ആയിക്കോട്ടെ, ഇത് ഞാൻ ബ്ലോക്ക് ചെയ്യുകയാണ്. നിങ്ങളായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. അപ്പോൾ പിന്നെ എനിക്ക് ഭ്രാന്താവും. നീയൊക്കെ പാടെ ഇനി വരുമല്ലേ എൻ്റെ പുറകിൽ ഞാൻ ഔലിയായെന്നും പറഞ്ഞ്. അല്ലാ വയ്യ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുടുംബത്തിൽ കുറേ ഔലിയാക്കളെ കിട്ടും.